ഏതൊരു സിനിമയാണെങ്കിലും പെർഫെക്റ്റ് ആണ്, ഗംഭീരമാണ് എന്നൊക്കെ നമ്മൾ പറയണമെങ്കിൽ അതിൽ നമ്മളെ എക്സൈറ്റ് ചെയ്യുന്ന കുറേയധികം കാര്യങ്ങൾ ഉണ്ടാവണം. ചില സിനിമകൾ അതിന്റെ സോളിഡ് സ്ക്രിപ്റ്റ് കാരണം തന്നെ നമ്മളെ പിടിച്ചിരുത്താറുണ്ട്. ചില സിനിമകളുടെ മേക്കിംഗ് കാരണം നമ്മൾ ആ സിനിമ ഇഷ്ടപ്പെട്ട് കണ്ടിരിക്കാറുണ്ട്. പുതിയ പുതിയ അറ്റംപ്റ്റുകൾ, പുതിയ പുതിയ മേക്കിംഗ് രീതികൾ, ചിലപ്പോഴൊക്കെ റൊമാൻറ്റിഫിക്കേഷന്റെ പീക്കിലെത്തിച്ച് അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് തരും, അല്ലെങ്കിൽ നൊസ്റ്റാൾജി അടുപ്പിച്ച് ആ ഒരു തരത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. സംടൈംസ് ട്വിസ്റ്റുകൾ, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഗംഭീര ട്വിസ്റ്റുകൾ കൊണ്ടുവന്നിട്ട് അത്രയും നേരം ഉറക്കം തൂങ്ങി കണ്ടിരുന്ന പടമാണെങ്കിലും ചിലപ്പോൾ ഒരൊറ്റ ട്വിസ്റ്റിൽ കഥയാകെ മാറും. നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ഈ വക കാര്യങ്ങളൊന്നും യൂസ് ചെയ്തില്ലെങ്കിലും കഥ പറച്ചിലിന്റെ രീതി കൊണ്ട് നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു ഗംഭീര സിനിമയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. സോ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഫിലിം ഫ്ലെക്സിലൂടെ കാണാൻ പോകുന്നത് 2002 റിലീസായ മർഡർ ബൈ നമ്പേഴ്സ് എന്ന സിനിമയാണ്. മർഡർ ബൈ നമ്പേഴ്സ്, ഈ പേര് കേട്ടപ്പോൾ തന്നെ കുറച്ച് പേർക്ക് സ്ട്രൈക്ക് ആയിട്ടുണ്ടാവും. ഇതാ പാട്ടല്ലേ, മർഡർ അഥവാ കൊലപാതകം അതൊരു ആർട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ പാട്ടിലെ പോലൊക്കെ തന്നെയാണ് ഇവിടെയും. പ്രത്യേകിച്ച് യാതൊരു കാരണവുമില്ലാതെ, യാതൊരു മോട്ടീവുമില്ലാതെ കൊലപാതകം ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും പോലീസ് അന്വേഷണം ഉണ്ടാവുമല്ലോ. എന്നാൽ ഇവിടെ ഈ കൊലപാതകികൾ കൊലപാതകം ആസ്വദിച്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ അതിന്റെ എല്ലാ വശങ്ങളും പഠിച്ച് മനസ്സിലാക്കി പെർഫെക്റ്റ്ലി പ്ലാൻഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസുകാർ ഇവരിലേക്ക് എത്താൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ് അത്രയധികം പെർഫെക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള ഈ കൊലപാതകത്തിന്റെ ചുരുളഴിയിച്ച് കൊലപാതകളെ പിടിക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ പോലീസുകാരിയാണ് കാസി മേവെതർ, നമ്മുടെ ഹീറോയിൻ. ഇവളുടെ ഈ അന്വേഷണം മാറി എന്ന് ആസ്വദിക്കുന്ന കൊലപാതകികൾ അവളുടെ കേസിന്റെ ഓരോ സ്റ്റെപ്പിലും കൊനഷ്ട് കൂട്ടി കൊണ്ടുവരുന്നു. ഇതിനൊക്കെ അവൾ എങ്ങനെ മറികടക്കും, എന്തൊക്കെ മെത്തേഡ്സ് ആണ് അവൾ യൂസ് ചെയ്യുന്നത്, അവൾ എങ്ങനെയാണ് യഥാർത്ഥ കൊലപാതകളിലേക്ക് എത്തിപ്പെട്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ സിനിമ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ സിനിമയുടെ കഥയിലേക്ക് പോകാം. പടത്തിന്റെ തുടക്കത്തിൽ ഒരു ബീച്ച് സൈഡിലുള്ള കടലിനോട് ചേർന്നുള്ള ഒരു വീടാണ് നമ്മൾ കാണുന്നത്. അവിടെ രണ്ടുപേര് അവരുടെ തലയ്ക്ക് നേരെ ഗണ്ണ് ചൂണ്ടി സൂയിസൈഡ് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നു. കൂട്ടത്തിൽ ഒരാൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു മനുഷ്യന് കുറ്റകൃത്യം ചെയ്യാതെയോ അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യാതെയോ പൂർണ്ണമായി ജീവിക്കാൻ സാധിക്കത്തില്ല, അയാളുടെ ജീവിതം അർത്ഥവത്താവത്തില്ല. ഇതിന്റെയൊക്കെ ലോജിക്ക് എന്താണെന്ന് ചോദിക്കരുത്. ഇവന്മാരുടെ മൈൻഡ് സെറ്റ് ഇങ്ങനെയാണ്. ഇപ്പൊ തന്നെ മനസ്സിലാക്കിക്കോണം, ഇവരാണ് നമ്മുടെ കഥയിലെ വില്ലന്മാർ. ഇവന്മാർ രണ്ടുപേരും ഓൺ 3 എന്നൊക്കെ പറഞ്ഞ് 1 2 3 കൗണ്ട് ചെയ്യുന്നു. ഗൺ ഫയർ ആവുന്ന ശബ്ദം കേൾക്കുന്നു. അവിടെ കട്ടായാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് സംഭവിച്ച കാര്യങ്ങളാണ് പിന്നെ നമ്മൾ കാണുന്നത്. ഒരു ക്ലാസ് റൂമും അവിടെയുള്ള കുട്ടികൾക്ക് അവരുടെ കൂട്ടത്തിലുള്ള ഒരു പയ്യൻ സെമിനാർ ഓർ സംതിങ് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പിള്ളേരൊക്കെ ബോറടിച്ച് ഉറക്കം തൂങ്ങിയിരിക്കുന്നത് കണ്ടാലേ മനസ്സിലാവും ഈ സ്കൂളിലെ പഠിപ്പി നമ്പർ 1 ഇവനാണ് മഹാബോറനാണ്. അല്ലെങ്കിലും ഇങ്ങനെയുള്ള പഠിപ്പിയായിട്ടുള്ള ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഇങ്ങനെയുള്ള സ്റ്റുഡൻസിനോടൊക്കെ കൂട്ടുകൂടാൻ വളരെ കുറച്ച് കുട്ടികൾക്കല്ലേ താല്പര്യം ഉണ്ടാവും. ചെക്കൻ എന്തൊക്കെയോ കാര്യമായിട്ട് ക്ലാസ് എടുത്തിട്ട് ആർക്കെങ്കിലും സംശയമുണ്ടോ, എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിക്കാം എന്ന് പറയുന്നു. സ്റ്റുഡൻസ് ആരും ഒന്നും മിണ്ടുന്നില്ല. ഇവൻ ഇത്രയും നേരം പറഞ്ഞത് എന്തെങ്കിലും മനസ്സിലായിട്ട് വേണ്ടേ സംശയം ചോദിക്കാൻ. ഇന്നേരം സാറ്, സ്റ്റുഡൻസ് ജസ്റ്റിൻ ചോദിച്ചത് കേട്ടില്ലേ, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോന്ന്. ഇത് കേട്ടതും ഇത്രയും നേരം ക്ലാസ് റൂമിൽ കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന റിച്ചാർഡ് എന്ന പയ്യൻ കോട്ടോ ആക്കിയിട്ട് പതിയെ എഴുന്നേറ്റ് വന്ന്, ഇങ്ങനെ കിടത്തി ഉറക്കുന്ന ഒരു ക്ലാസ് എന്റെ ലൈഫിൽ ആദ്യമായിട്ടാ. നിന്നെ കൊണ്ട് എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുന്നേ? ഓ, നീ കിടന്നുറങ്ങുമെന്ന് എനിക്കറിയാം, കാരണം നിന്നെ പോലുള്ള കഴുതകൾക്ക് ഫിലോസഫി എന്താണെന്ന് പോലും അറിയില്ലല്ലോ. സ്റ്റുഡൻസ്, അത്തരത്തിലുള്ള സംസാരമൊന്നും വേണ്ട, പ്ലീസ് കീപ് ഇറ്റ് സിവിൽ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ജസ്റ്റിന്റെ ടോപ്പിക്കിനെ പറ്റി കൂടുതൽ അറിയാനുണ്ടെങ്കിൽ ജസ്റ്റിനോട് തന്നെ ഡിസ്കസ് ചെയ്യാം. നൗ നമുക്ക് ക്ലാസ് തുടരാം. ശേഷം അന്ന് വൈകുന്നേരം നമ്മൾ കഥയുടെ തുടക്കത്തിൽ ഒരു വീട് കണ്ടില്ലേ, ബീച്ച് സൈഡിലുള്ള ആ വീടാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ആകെ മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള, ഏത് നിമിഷവും പൊട്ടിപ്പൊളിഞ്ഞ് വീഴാൻ സാധ്യതയുള്ള അങ്ങനെയുള്ള ഒരു സെറ്റപ്പിലുള്ള ഒരു വീട്. നമ്മുടെ ജസ്റ്റിൻ ഇവിടെയുണ്ട്. പുള്ളിക്കാരൻ കടലിലെ തിരയൊക്കെ നോക്കി അങ്ങനെ ആസ്വദിച്ചിരിക്കുവാണ്. ഇന്നേരം ആരോ ഒരാൾ പുറകിലൂടെ കയറി വന്ന് ജസ്റ്റിന്റെ തലയ്ക്ക് നേരെ ഗണ്ണ് ചൂണ്ടി പോയിന്റ് ബ്ലാങ്കിൽ അങ്ങനെ നിൽക്കുന്നു. ഇതാരാണെന്ന് ജസ്റ്റിൻ തിരിഞ്ഞു നോക്കുമ്പോൾ അത് റിച്ചാർഡ് ആയിരുന്നു. സ്കൂളിൽ വെച്ച് കളിയാക്കിയാനുള്ള കലിപ്പ് തീർക്കാൻ വന്നതാണോ? റിച്ചാർഡ്, എന്താ നിന്റെ ഉദ്ദേശം? നീ എന്താ ചെയ്യുന്നേ? ഒന്നുമില്ലടാ, നിന്നെ അങ്ങ് കൊന്നു കളയാൻ പോവാ. എന്നിട്ട് നീ സൂയിസൈഡ് ചെയ്തതായിട്ട് വരുത്തി തീർക്കും. എന്നെ കൊന്നിട്ട് നിനക്ക് അങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? പറ്റില്ല. പോലീസുകാർ നിന്നെ കണ്ടുപിടിക്കും. കാരണം ഈ നാട്ടിൽ ഇതുപോലത്തെ ഷൂസ് നിനക്ക് മാത്രമേ ഉള്ളൂ. ഈസി ആയിട്ട് നിന്റെ ബൂട്ട് പ്രിന്റ്സ് മാർക്ക് ചെയ്ത് അവർക്ക് നിന്നിലേക്ക് എത്താവുന്നതേ ഉള്ളൂ. പിന്നെ നിന്റെ ഷർട്ടിലുള്ള ഫൈബർ അതിപ്പോൾ എന്റെ ശരീരത്തായിട്ടുണ്ട്. നിന്റെ മുടി, ഇനിയിപ്പോൾ ഇതൊന്നുമില്ലെങ്കിലും നീ എന്റെ കഴുത്തിൽ തൊട്ടു. നിന്റെ ഫിംഗർ പ്രിന്റ് എന്റെ ബോഡിയിൽ നിന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അങ്ങനെ നീ കൊടുക്കും. ഇതെല്ലാം കേട്ട് റിച്ചാർഡ്, ഷടാ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇവന് നേരെ ഗണ്ണ് ചൂണ്ടുകയും ചെയ്തു. എന്നാൽ ഇവനെ കൊല്ലാനും പറ്റത്തില്ല. ഇവനെ ഇപ്പൊ കൊന്ന ജസ്റ്റിൻ പറഞ്ഞ പോലെ പോലീസിന് തന്നെ ട്രാക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കി അവൻ അങ്ങനെ മാറി നിൽക്കുന്നു. കമോൺ റിച്ചാർഡ്, നിന്നെ കൊണ്ട് ഒരാളെ കൊന്നിട്ട് അങ്ങനെ രക്ഷപ്പെടാൻ പറ്റത്തില്ല. നിനക്കത് എങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ല. ഓഹോ, നിനക്ക് ഇത്രയ്ക്ക് തരുമോ? എന്നാൽ ഇനി നീ ജീവനോട്ടിരിക്കേണ്ടെന്ന് പറഞ്ഞ് റിച്ചാർഡ് ജസ്റ്റിന് നേരെ ഗണ്ണ് ചൂണ്ടി ട്രിഗർ വലിച്ചു. എന്നാൽ റിച്ചാർഡിന്റെ കയ്യിലുള്ളത് ഒരു ആക്ച്വൽ ഗൺ അല്ലായിരുന്നു, അത് വെറും ഒരു ലൈറ്റർ മാത്രമായിരുന്നു. യഥാർത്ഥത്തിൽ ഇവന്മാർ രണ്ടുപേരും ഫ്രണ്ട്സ് ആണ്. സ്കൂളിൽ വെച്ച് മറ്റു കുട്ടികളുടെ മുന്നിൽ ഇവന്മാർ ശത്രുക്കളാണെന്നുള്ള രീതിയിലൊക്കെ അഭിനയിക്കുമെങ്കിലും, അല്ലെങ്കിൽ വലിയ താല്പര്യമില്ലാത്ത രീതിയിൽ എപ്പോഴും നമ്മുടെ റിച്ചാർഡ് ജസ്റ്റിനെ കളിയാക്കി അങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിലും ഇവന്മാർ സീക്രട്ട്ലി കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ ബീച്ചിനടുത്തുള്ള ഈ വീടാണ് ഇവന്മാരുടെ പ്രധാന താവളം. ജസ്റ്റിനെ പറ്റി പറയുമ്പോൾ പുള്ളിക്കാരൻ നല്ല രീതിയിൽ പഠിക്കും. ഒരുവിധപ്പെട്ട കാര്യങ്ങളിലൊക്കെ നല്ല നോളജ് ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ റിസർച്ച് ചെയ്യുന്ന ആളാണ്. ഇപ്പൊ തന്നെ റിച്ചാർഡ് ജസ്റ്റിന് നേരെ ഗണ്ണ് ചൂണ്ടി നിന്നപ്പോൾ ഇൻ കേസ് ജസ്റ്റിനെ ഇവൻ കൊന്നു കഴിഞ്ഞാൽ ഏതൊക്കെ വഴിയിലൂടെ പോലീസിന് റിച്ചാർഡിലേക്ക് എത്താൻ പറ്റും, റിച്ചാർഡിനെ പിടിക്കാൻ പറ്റും എന്നൊക്കെയുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്ത് ഇവൻ പറഞ്ഞു. അതായത് അത്രമാത്രം ആക്യുറേറ്റ് ആയിട്ട് പല കാര്യങ്ങളും ഗസ് ചെയ്യാനും പ്ലാൻ ചെയ്യാനും ജസ്റ്റിനെ കൊണ്ട് സാധിക്കും. റിച്ചാർഡിന്റെ കാര്യത്തിൽ അവൻ ആവശ്യത്തിലധികം പണമുണ്ട്. അവന്റെ പേരൻസ് അവൻ ആവശ്യത്തിലധികം പണം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ രീതിയിൽ
തെറ്റായ മാർഗ്ഗത്തിൽ പോകാമോ അങ്ങനെയൊക്കെ ഇവൻ പോകുന്നുണ്ട്. സ്കൂളിലൊക്കെ ആണെങ്കിലും ഒരുപാട് ഗേൾസുമായിട്ട് റിലേഷൻ ഉണ്ട്. ഇവൻ ആവശ്യത്തിന് പണം ഉള്ളതുകൊണ്ട് തന്നെ അവൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തോ അവന് നേടാൻ പറ്റും, അവൻ ആഗ്രഹിക്കുന്നത് എന്തോ അവന് കിട്ടിയിരിക്കണം എന്നുള്ളൊരു വാശിയുള്ള ഒരുത്തനാണ്. ഇപ്പോൾ ഇവന്മാർ രണ്ടാളും കൂടെ കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരാളെ കൊലപ്പെടുത്തുക, ഒരാളെ കൊന്നിട്ട് പോലീസ് തങ്ങളിലേക്ക് എത്താത്ത വിധം എല്ലാ തെളിവും നശിപ്പിച്ച്, അതായത് ഒരു പെർഫെക്റ്റ് മർഡർ നടത്തുക. ഇതിന് പ്രത്യേകിച്ച് മോട്ടീവ് ഒന്നുമില്ല, ഇവന്മാർക്ക് തോന്നി ചെയ്യുന്നു. റിച്ചാർഡിന് പണം ഉണ്ടെന്നുള്ള അഹങ്കാരം, ജസ്റ്റിന് കഴിവുണ്ടെന്നുള്ള അഹങ്കാരം, തങ്ങളെ ഒരാളെ കൊണ്ട് തൊടാൻ സാധിക്കത്തില്ല, തങ്ങൾക്ക് ഇവിടെ എന്തും ചെയ്യാം എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിൽ ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് ഇവന്മാർ തീരുമാനിക്കുന്നു. അതിനുശേഷം അടുത്ത ദിവസം കുറേ പോലീസുകാർ ഒരു ക്രൈം സീനിൽ എത്തിയിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ദേ നമ്മുടെ ഹീറോയിൻ ക്യാസിയും അങ്ങോട്ടെത്തി. പുള്ളിക്കാരി ക്രൈം സീനിലേക്ക് വരുന്നത് ഒരു പാക്കറ്റ് സ്നാക്സ് ഒക്കെ മേടിച്ചിട്ടാണ്. അല്ല ക്യാസി, ഇതെന്താ ഇത്? ക്രൈം സീനിലേക്ക് വരുമ്പോൾ നീ ഈ സ്നാക്ക് ഒക്കെ മേടിച്ചുകൊണ്ട് വന്നേക്കുന്നേ? ഇതിന്റെ ഉപയോഗം നിനക്ക് ഇപ്പം മനസ്സിലാവും. ഹേ ബോയ്സ്, എല്ലാവർക്കും ഞാൻ സ്നാക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, എല്ലാവരും വന്ന് കഴിക്കേ. അന്നേരം ആവട്ടെ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരെല്ലാവരും സ്നാക്സ് കഴിക്കാൻ പോകുന്നു. നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ സ്വസ്ഥമായിട്ട് ക്രൈം സീനിൽ പോയി പരിശോധിക്കാം. ആരും ക്രൈം സീനിൽ ചെല്ലത്തില്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും വാലിഡ് ആയിട്ടുള്ള തെളിവുകൾ അവിടെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് നശിച്ചു പോകത്തില്ല. ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ടിരിക്കുന്നു. പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ അവളുടെ ശരീരം തുറസായ പ്രദേശത്ത് ഉപേക്ഷിച്ചു പോയിരിക്കുന്നു. ഈ കേസ് ഇവിടുന്ന് വേണമല്ലോ അന്വേഷിച്ചു തുടങ്ങാൻ. എന്തായാലും കൊലപാതകളെ പറ്റിയുള്ള എന്തെങ്കിലും തെളിവ് ഇവിടെ അവശേഷിക്കാൻ സാധ്യതയുണ്ട്. പോലീസുകാരെല്ലാവരും കൂടെ ഈ ക്രൈം സീനിൽ കയറി ഇറങ്ങി കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഹീറോയിൻ എന്ത് ചെയ്തു? പോലീസുകാർക്കൊക്കെ സ്നാക്സ് കൊടുത്ത് അവരെ ഒഴിവാക്കിയിട്ട് നമ്മുടെ ഹീറോയിനും പുള്ളിക്കാരുടെ അസിസ്റ്റന്റ് ആയിട്ടുള്ള സാം കെന്നഡി എന്ന വ്യക്തിയും ഇവർ രണ്ടാളും മാത്രം ക്രൈം സീനിലേക്ക് ചെല്ലുന്നു. മെയിനായിട്ട് ഇവർക്ക് കിട്ടുന്ന തെളിവുകൾ ഒന്നാമത്തത് ഒരു ബൂട്ടിന്റെ പ്രിന്റാണ്. ദെൻ ബോഡി ഉപേക്ഷിച്ചതിന്റെ അടുത്തായിട്ട് ആരോ വൊമിറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് ഇവർ കണ്ടെത്തുന്നുണ്ട്. അതിനർത്ഥം ആരോ ഇവിടെ ഛർദ്ദിച്ചിട്ടുണ്ട്. അതിന്റെ DNA കളക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അവരെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. കൊല്ലപ്പെട്ട് കിടക്കുന്ന പെൺകുട്ടിയുടെ കഴുത്തിൽ ഒരു പ്രത്യേക തരത്തിലുള്ള മാർക്ക് കാണാം. മാത്രമല്ല ആ പെൺകുട്ടിയുടെ മോതിര വിരൽ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ കൈയൊക്കെ അറുത്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇതൊരു സൈക്കോ ആയിരിക്കണം ചെയ്തിട്ടുണ്ടാവുക. ഇതിപ്പോൾ ഇവളുടെ മോതിര വിരൽ തന്നെ മുറിച്ച് മാറ്റിയിരിക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ ആ സൈക്കോ ഇവളുടെ ഹസ്ബൻഡോ ബോയ് ഫ്രണ്ടോ ആവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു വൈൽഡ് ഗസ്, കാരണം എൻഗേജ്മെന്റ് റിംഗ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ മേ ബി അവരാവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ആദ്യം ഈ പെൺകുട്ടി ആരാണെന്ന് കണ്ടുപിടിക്കണം. ഒരു കാര്യം വ്യക്തമാണ്, ഈ പെണ്ണ് മരിച്ചു കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞിട്ടാണ് അവളുടെ വിരൽ മുറിച്ച് മാറ്റിയിട്ടുള്ളത്. കാരണം മുറിവിന്റെ അവിടെ നിന്ന് ഒരുപാട് ബ്ലഡ് പുറത്തു വന്നിട്ടില്ല. സാം, ഇവൾ ആരാണെന്ന് നമുക്ക് എന്തെങ്കിലും സൂചന കിട്ടിയിട്ടുണ്ടോ? എവിടെയെങ്കിലും മിസ്സിംഗ് കേസ് വല്ലതും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ലില്ല, ആക്ച്വലി ഇതുവരെ യാതൊരു ഇൻഫർമേഷനും കിട്ടിയിട്ടില്ല. ഇവളെ പറ്റി നമ്മൾ തിരക്കുന്നുണ്ട്. എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാൽ ഞാൻ ഉടനെ അറിയിക്കാം. അങ്ങനെ അവർ ആ പെൺകുട്ടിയുടെ ബോഡി കളക്ട് ചെയ്തുകൊണ്ട് പോയി കുറച്ചുകൂടെ വിശദമായിട്ട് പരിശോധിക്കുന്നു. ഈ പരിശോധനയിൽ പെൺകുട്ടിയുടെ ബോഡിയിൽ നിന്ന് ഒരു മുടി കിട്ടുന്നുണ്ട്. മുടി കൂടാതെ റെഡ് ആൻഡ് യെല്ലോ കളറിലുള്ള 2 നൂലും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തെളിവുകളാണ് കിട്ടുന്നത്. ഇത്രയൊക്കെ തെളിവുകൾ വെച്ച് ആരാണ് യഥാർത്ഥ കൊലപാതകികളെന്ന് കണ്ടുപിടിക്കണം. നമ്മുടെ ഹീറോയിൻ ഈ കേസ് അങ്ങ് ഇഷ്ടപ്പെട്ടു. പുള്ളിക്കാരി വിശദമായിട്ട് ഇത് അന്വേഷിക്കാനും തുടങ്ങി. ആരാണ് കൊലപാതകികൾ എന്നുള്ള കാര്യം നമുക്കറിയാലോ, നമ്മുടെ ജസ്റ്റിനും റിച്ചാർഡുമാണ്. ഒരു കൊലപാതകമൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടും ഇവന്മാർക്ക് യാതൊരു മൈൻഡും ഇല്ല. ഇവർ വളരെ സാധാരണ പോലെ എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്ന പോലെ സ്കൂളിലൊക്കെ പോയി അങ്ങനെ അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നു. ജസ്റ്റിന് ചെറിയ രീതിയിലുള്ള സംശയങ്ങളൊക്കെ ഉണ്ട്. തങ്ങൾ എവിടെയെങ്കിലും എന്തെങ്കിലും തെളിവ് അവശേഷിപ്പിച്ചിട്ടുണ്ടോ, ഇൻ കേസ് പോലീസുകാർക്ക് തങ്ങളിലേക്ക് എത്താനായിട്ട് എന്തെങ്കിലും ക്ലൂ വിട്ടിട്ടുണ്ടോ എന്നൊക്കെ പുള്ളിക്കാരൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന അവൻ സ്കൂളിലെ ഒരു ടെസ്റ്റ് ഒക്കെ അത്ര കാര്യമായിട്ട് എടുക്കാതെ പരീക്ഷയ്ക്ക് പ്രോപ്പറായിട്ട് ഉത്തരവൊന്നും എഴുതാതെ അങ്ങനെ ചുമ്മാതിരിക്കുന്നുണ്ട്. ഇക്കാര്യം അവന്റെ കൂടെ പഠിക്കുന്ന ലിസ എന്നൊരു പെൺകുട്ടി ശ്രദ്ധിക്കുന്നു. ജസ്റ്റിൻ, നീ എന്താ ഒന്നും എഴുതാതിരിക്കുന്നേ? ഇത് കാണുന്ന സാറ്, ലിസ എന്താ അവിടെ? ടെസ്റ്റാണ്, അവനവൻ അറിയാവുന്ന കാര്യം മാത്രം എഴുതി വെക്ക്. അങ്ങനെ ടെസ്റ്റ് അവസാനിച്ചു. സ്റ്റുഡൻസ് അവരുടെ പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി. നമ്മുടെ ജസ്റ്റിന്റെ പേപ്പർ വാങ്ങുന്നത് ലിസയാണ്. ജസ്റ്റിൻ ടെസ്റ്റിന് പ്രോപ്പറായിട്ട് ഉത്തരവൊന്നും എഴുതിയിട്ടില്ലായിരുന്നുണ്ടെങ്കിലും ലിസ അവന് മാർക്ക് കൂട്ടി കൊടുക്കുന്നുണ്ട്. ക്ലാസ് കഴിഞ്ഞ് ജസ്റ്റിൻ ഇതിനെപ്പറ്റി അവളുടെ അടുത്ത് എന്ന് ചോദിക്കുമ്പോൾ, ആക്ച്വലി ജസ്റ്റിൻ, എനിക്ക് നിന്റെ ഹെൽപ്പ് ആവശ്യമുണ്ട്. എനിക്ക് ഫിസിക്സിൽ ഒരു വക മനസ്സിലാവുന്നില്ല. നിനക്ക് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ഇന്ന് വൈകുന്നേരം എൻ്റെ വീട്ടിൽ വരാമോ എന്നൊക്കെ അവൾ ചോദിക്കുന്നു. ഇവനും ഓക്കെയാണ്. കാരണം ഇതുവരെ സ്കൂളിലുള്ള പെമ്പിള്ളാരൊന്നും ഇവനോട് അങ്ങനെ മിണ്ടത്തില്ലായിരുന്നു. ആരുമായിട്ടും വലിയ സൗഹൃദമൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ ലിസ ഇവനെ സഹായിക്കുന്നു. അവളുടെ വീട്ടിൽ ചെന്ന് അവളെ പഠിപ്പിക്കാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുന്നു. ഇവനും സന്തോഷം. അങ്ങനെ വൈകുന്നേരം ജസ്റ്റിൻ ലിസയുടെ വീട്ടിൽ ചെന്നു. നമ്മുടെ ലിസയ്ക്ക് ജസ്റ്റിനോട് എന്തോ ഒരു താല്പര്യമുണ്ട് കേട്ടോ. പുള്ളിക്കാരുടെ പെരുമാറ്റമൊക്കെ അതാണ് സൂചിപ്പിക്കുന്നത്. അവൾക്ക് ജസ്റ്റിനെ ഇഷ്ടമാണെന്ന് തോന്നുന്നു. എന്തായാലും ജസ്റ്റിൻ അവളോട് വലിയ താല്പര്യമൊന്നും കാണിക്കുന്നില്ല. അവൻ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇതേ സമയം റിച്ചാർഡ് ആവട്ടെ, ഈ റിച്ചാർഡിന് ഡ്രഗ്സ് സപ്ലൈ ചെയ്യുന്നൊരു പുള്ളിക്കാരനുണ്ട്, റേ ഫെദേഴ്സ്. അങ്ങേരുടെ വീട്ടിലാണ് ഇല്ലീഗലായിട്ടുള്ളത്, നിരോധിച്ചിട്ടുള്ളത്, അങ്ങനെയുള്ള ഒരുപാട് ഡ്രഗ്സ് ഇങ്ങനെ ഒപ്പിച്ചു കൊടുക്കും. റിച്ചാർഡിന് പിന്നെ പണത്തിന്റെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്തതുകൊണ്ട് റേ ചോദിക്കുന്ന വില കൊടുത്ത് റിച്ചാർഡ് വാങ്ങി ഉപയോഗിക്കും. ഈ റേയുടെ വീട്ടിലൊരു കുരങ്ങൊക്കെ ഉണ്ട്. പുള്ളിക്കാരൻ ഈ കുരങ്ങിനെയൊക്കെ വളർത്തുന്നുണ്ട്. ആകെ മൊത്തം ഒരുമാതിരി ജീവിതമാണെന്നേ. ഡ്രഗ്സ്, കുരങ്ങ്, ഒരുമാതിരി വൃത്തികെട്ട കണ്ടീഷൻ. ഒരു സൈഡിലൂടെ നമ്മുടെ ഹീറോയിനൊക്കെ ആ ഒരു കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട കേസ് അന്വേഷണമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. കൊല്ലപ്പെട്ട പെൺകുട്ടി ആരാണെന്ന് അവർ കണ്ടെത്തുന്നു. അവളുടെ പേര് ഒലീവിയ ലേക്ക്. കഴിഞ്ഞ 3 ദിവസമായിട്ട് ഇവൾ ജോലിക്ക് ചെന്നിട്ടില്ല. അപ്പോൾ അവളുടെ കൂടെയുള്ള ആളുകൾ ഇതുപോലെ കംപ്ലൈന്റ് കൊടുത്ത് അങ്ങനെയാണ് ഈ കൊല്ലപ്പെട്ടിരിക്കുന്ന പെൺകുട്ടി ഒലീവിയാണെന്ന് പോലീസുകാർ കണ്ടെത്തുന്നത്. തുടർന്ന് ഒലീവിയയുടെ വീട്ടിൽ ചെന്ന് പോലീസുകാർ അന്വേഷണം നടത്തുന്നുണ്ട്. അവളുടെ വീട് ആകെ മൊത്തം നശിച്ചു കിടക്കുവാണ്. സാധനങ്ങളൊക്കെ ആരൊക്കെയോ തല്ലി പൊട്ടിച്ചിരിക്കുന്നു. ആരൊക്കെയോ വീടിനകത്ത് അതിക്രമിച്ച് കയറി അങ്ങനെയാണ് അവളെ കൊലപ്പെടുത്തിയിരിക്കുന്നതെന്ന് വ്യക്തം. അവളുടെ വീട്ടിലെ തറയിൽ ഫ്ലോറിലായിട്ട് കുറെ മഡ്, ചെളിയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഇവിടെ മൊത്തം ചെളിയായിട്ടുണ്ടല്ലോ, ഇതെങ്ങനെ വന്നതായിരിക്കും? അത് ഇവളുടെ വീടിന് പുറത്തുള്ള ആ ഒരു ഗാർഡൻ, അവിടെ നിന്ന് ആരെങ്കിലും മണ്ണ് ചവിട്ടി അങ്ങനെ കയറിയതായിരിക്കണം. മിക്കവാറും മഴ പെയ്തിട്ടുള്ള സമയത്തായിരിക്കും ഈ കൊലപാതകം നടന്നിട്ടുണ്ടാവുക. ഒലീവിയുടെ വീട്ടിലെ ക്ലോക്ക് ഒക്കെ ആരോ എറിഞ്ഞു പൊട്ടിച്ചിട്ടുണ്ട്. അതിലിപ്പോൾ കാണിക്കുന്ന സമയം 9:27 ആണ്. അതായത് രാത്രി 9:27 ആ ഒരു സമയത്താണ് ഈ അപകടം അല്ലെങ്കിൽ ഈ ഒരു കൊലപാതകം നടന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ പോലീസുകാർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന സമയം ഈ വീടിന് പുറത്ത് കുറച്ച് ദൂരത്തായിട്ട് നമ്മുടെ റിച്ചാർഡ്
എല്ലാ കാര്യങ്ങളും നോക്കി നിൽക്കുന്നുണ്ട്. പോലീസുകാർ ഒലിവിയുടെ വീട്ടിലെത്തിയതും ആരാണ് ഈ കേസ് ഓഫീസർ, ഇവിടുന്ന് ഇവർക്ക് എന്തെങ്കിലും തെളിവ് കിട്ടുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാൻ ഇങ്ങനെ ഒളിച്ചു പാത്ത് നിൽക്കുന്നു. എന്തൊക്കെയാണെങ്കിലും ഇവന്മാർ കട്ട കോൺഫിഡന്റ് ആണ്. തങ്ങൾ ചെയ്ത കൊലപാതകം ആരെ കൊണ്ടും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, ഒരു തെളിവും അവശേഷിക്കുന്നില്ല എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും റിച്ചാർഡിന്റെ മനസ്സിൽ എന്തൊക്കെയോ കുറെ സംശയങ്ങൾ. ഇതുവരെ കിട്ടിയ തെളിവ് വെച്ച് പോലീസുകാർ വിശദമായിട്ട് കേസ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒലിവിയുടെ ബോഡിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന 2 നൂലുണ്ടായിരുന്നല്ലോ, റെഡ് കളർ യെല്ലോ കളർ നൂല്. ഈ നൂലിനെ പറ്റി വിശദമായിട്ട് അന്വേഷിച്ചപ്പോൾ ഇത് കാർപ്പറ്റിലുള്ള നൂലാണെന്ന് മനസ്സിലാവുന്നു. ഒലിവിയുടെ വീട്ടിലാണെങ്കിൽ അങ്ങനെ ഒരു കാർപ്പറ്റ് ഇല്ലതാനും. അതിനർത്ഥം ഒലിവിയ കൊല്ലപ്പെട്ടത് അവളുടെ വീട്ടിൽ വെച്ച് ആവാൻ സാധ്യതയില്ല. ഒന്നുകിൽ അവളെ മറ്റെങ്ങോട്ടോ മാറ്റിയിട്ട് കൊന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവളെ അവളുടെ വീട്ടിൽ വെച്ച് തന്നെ കൊന്നിട്ട് മറ്റേതോ സ്ഥലത്തോട്ട് മാറ്റിയിട്ടുണ്ടാവാം. ഈ പറയുന്ന കാർപ്പറ്റുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റി ദെൻ അതിനുശേഷമായിരിക്കണം അവളുടെ ബോഡി ഡംപ് ചെയ്തിട്ടുള്ളത്. അല്ല, ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഈ ക്രൈം ഒക്കെ ഓർഗനൈസ് ചെയ്ത് ഇതൊക്കെ ഇത്രയും പ്ലാൻ ചെയ്ത ഒരാൾ 2 നൂലായിട്ട് വിട്ടിട്ട് പോകും. ഇത് അയാളുടെ എന്തെങ്കിലും പ്ലാൻ ആയിരിക്കും. സാം, ഒലിവിയുടെ ബോഡിയിൽ നിന്ന് കിട്ടിയ മുടി ടെസ്റ്റ് ചെയ്തായിരുന്നോ? എന്തായി അതിന്റെ കാര്യങ്ങൾ? എസ് ലാബിൽ നിന്ന് റിപ്പോർട്ട് അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ സാം ലാബിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് നമ്മുടെ ഹീറോയിന് കൊണ്ട് കാണിച്ചു കൊടുക്കുന്നു. ആ റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ കണ്ട് ഇവർ രണ്ടാളും ഷോക്കാവുന്നു. എന്താണെന്നാൽ ആ മുടി ഒരു കുരങ്ങിന്റെ മുടിയാണ്. ഇതിപ്പോൾ ആകെ മൊത്തം ഒരുമാതിരി അങ്ങ് കൊനഷ്ടായല്ലോ. ഇത്രയും നേരം കേസ് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ ഈ കുരങ്ങ് എവിടുന്ന് വന്ന് കയറി? ഒരുപക്ഷെ കില്ലറിന് കുരങ്ങുണ്ടാവൂ, അയാൾ വല്ല മൃഗസ്നേഹി അങ്ങനെ വല്ല ടൈപ്പ് ആയിരിക്കൂ. അതിനൊക്കെ ശേഷം നമ്മുടെ ജസ്റ്റിനും റിച്ചാർഡും അവരുടെ ബീച്ചിന്റെ അവിടെയുള്ള ആ ഒരു വീട്ടിൽ വെച്ച് മീറ്റ് ചെയ്യുന്നു. ഈ ഒരു കൊലപാതകം നടത്താൻ വേണ്ടി ഇവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന സാധനങ്ങൾ, ഗ്ലൗസ്, പ്ലാസ്റ്റിക്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അവർ അവിടെ ഇട്ട് കത്തിക്കുന്നുണ്ട്. പിന്നെ ഇതുവരെ പോലീസുകാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന എല്ലാ തെളിവുകളും, അതായത് ഒലിവിയുടെ ബോഡിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന മുടി, 2 നൂല്, അതേപോലെ ക്രൈം സീനിൽ ഇവർ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു ഫുട് പ്രിന്റ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവന്മാർ പ്ലാൻ ചെയ്തതാണ്. ഇവരുടെ പ്ലാൻ അനുസരിച്ചാണ് ഇങ്ങനെയുള്ള തെളിവുകൾ മനഃപൂർവ്വം അവിടെ അവശേഷിപ്പിച്ചത്. അവർ എത്രയൊക്കെ അന്വേഷിച്ചെന്ന് പറഞ്ഞാലും അവർ നമ്മളിലേക്ക് എത്തില്ല. അവരുടെ കേസ് അന്വേഷണം നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കും. ഈ കേസിൽ ആരെ പ്രതിയാക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടോ അവൻ തന്നെ ഈ കേസിൽ പ്രതിയാകും. നമ്മൾ അവനെ കൊടുക്കും എന്നിങ്ങനെയൊക്കെ ജസ്റ്റിൻ ആരെ പറ്റിയോ പറയുന്നുണ്ട്. ഇവന്മാരുടെ പ്ലാൻ അനുസരിച്ച് ഇവന്മാർ ചെയ്ത ഈ കൊലപാതകം മറ്റൊരാളുടെ തലയിലാവും. ആ ഒരു രീതിയിലാണ് ഇവർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ക്യാസിയും സാമും കൂടുതൽ വിശദമായിട്ട് അന്വേഷിച്ചപ്പോൾ ക്രൈം സീനിൽ നിന്ന് ഇവരൊരു ഫുട് പ്രിന്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഫുട് പ്രിന്റ് ഏത് ഷൂവിന്റെ ആണെന്നൊക്കെ ഇവർ കണ്ടുപിടിക്കുന്നുണ്ട്. ആ ഷൂ ഈ നഗരത്തിൽ മേടിച്ചിട്ടുള്ളത് ഒരേ ഒരാളാണ്, നമ്മുടെ റിച്ചാർഡ്. അതേ തുടർന്ന് ക്യാസി നമ്മുടെ റിച്ചാർഡിനെ കാണാൻ സ്കൂളിൽ വരുന്നു. റിച്ചാർഡിനോടും അവന്റെ ഷൂവിനെ പറ്റിയൊക്കെ ഇവർ തിരക്കുന്നുണ്ട്. അവൻ യാതൊരു പേടിയുമില്ലാതെ വളരെ കൂളായിട്ടാണ് എല്ലാത്തിനും ഉത്തരം കൊടുക്കുന്നത്. ഓ, എന്റെ ഷൂ അത് നിങ്ങൾ കണ്ടുപിടിച്ചോ? അത് മോഷണം പോയിരുന്നു. ഞാനിവിടെ പ്രിൻസിപ്പളിന് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. എന്റെ സ്കൂൾ ലോക്കറിലാണ് സാധനം ഇരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ അടുത്തിടെ നഗരത്തിൽ നടന്നൊരു കൊലപാതകം. ആ ഒരു ക്രൈം സീനിൽ നിന്നും ഇവൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഇവന്റെ ഷൂവിന്റെ പ്രിന്റ് കിട്ടി. അത് മോഷണം പോയ ഷൂ ആണെന്നുണ്ടെങ്കിലും അത് കിട്ടി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോലീസുകാർ സംസാരിക്കുമ്പോഴും റിച്ചാർഡ് ഭയങ്കര കൂളായിട്ടാണ് അവരോട് സംസാരിക്കുന്നത്. എന്റെ ഷൂ നിങ്ങൾ കണ്ടുപിടിക്കണം, അത് ഇതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള രീതിയിൽ സംസാരിക്കുന്നു. സ്വാഭാവികമായിട്ട് നമ്മുടെ ഹീറോയിന് സംശയം തോന്നുന്നുണ്ട്. സാധാരണയായി ഒരു കൊലപാതകം നടന്നു, അതിൽ ഇവൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഷൂവിന്റെ പ്രിന്റ് ഒക്കെ കിട്ടി എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് പേടിയോടെ അല്ലെങ്കിൽ കുറച്ചൊരു വെപ്രാളത്തോടെ ആയിരിക്കണം ആളുകൾ സംസാരിക്കേണ്ടത്. പക്ഷെ ഇവനൊരുമാതിരി ഭയങ്കര കൂളായിട്ട് സംസാരിക്കുന്നു, അതും അഭിനയിക്കുന്ന പോലെ. അതോടെ നമ്മുടെ ഹീറോയിൻ ഒരു കാര്യം ഉറപ്പിക്കുവാണ്, റിച്ചാർഡിന് ഇതിൽ എന്തോ കൈയുണ്ട്. ഇവൻ തന്നെയായിരിക്കണം ആ കൊലപാതകം ചെയ്തിട്ടുള്ളത്. ഇങ്ങനൊരു സംശയം തോന്നി എന്ന് പറഞ്ഞ് ഉടനെ കയറി അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. നമ്മുടെ റിച്ചാർഡിനെതിരെ തെളിവ് വേണം. ഇവനാണ് കൊലപാതകം ചെയ്തതെന്നുണ്ടെങ്കിൽ ഇവനെതിരെയുള്ള തെളിവ് കണ്ടുപിടിക്കുമെന്ന് തീരുമാനിച്ച് ഹീറോയിൻ പോകുന്നു. അതേ തുടർന്ന് നമ്മുടെ സാം ഉണ്ടല്ലോ, പുള്ളിക്കാരൻ സ്കൂൾ പ്രിൻസിപ്പാളുമായിട്ട് ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. പ്രിൻസിപ്പൾ പറയുന്നതാണെങ്കിലോ റിച്ചാർഡ് പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണ്. റിച്ചാർഡിന്റെ ഷൂ മോഷണം പോയിരുന്നു. ഒരാഴ്ചയ്ക്ക് മുമ്പേ അവൻ കംപ്ലൈന്റ് തന്നിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് അവന്റെ ലോക്കറും പരിസരവും ഒക്കെ അന്വേഷിച്ചു. ഇതുവരെ അവന്റെ ഷൂ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. മാത്രമല്ല ഈ കൊലപാതകം നടന്നു എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ സമയത്ത് റിച്ചാർഡ് അവന്റെ ഫ്രണ്ട്സിനൊപ്പമായിരുന്നു. അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് പഠിക്കുമായിരുന്നു. സാം റിച്ചാർഡിന്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ച് ഇക്കാര്യം കൺഫേം ചെയ്യുന്നുണ്ട്. അവൻ അന്നേരം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സ്റ്റഡി ക്ലാസ്സിനിടയ്ക്ക് ഒരു 10 മിനിറ്റ് ഇവൻ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. പിസ്സ വാങ്ങാൻ വേണ്ടി പോയതാണ്. അവൻ പോയി പിസ്സ വാങ്ങിക്കൊണ്ട് തിരിച്ചു വന്നു. അതിനെപ്പറ്റിയും പോലീസുകാർ അന്വേഷിച്ചു. അപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതോ റിച്ചാർഡ് അന്ന് സ്റ്റഡി ക്ലാസ്സിനിടയ്ക്ക് പുറത്ത് പോയിട്ടുള്ളത് ATM-ലേക്കാണ്. ATM-ൽ പോയി പൈസ എടുത്തിട്ടുണ്ട്. പിസ്സ വാങ്ങാൻ വേണ്ടി പൈസ എടുത്തിട്ടുണ്ട്. പിസ്സ വാങ്ങി തിരിച്ച് സ്റ്റഡി ക്ലാസ്സിൽ പോയി. അതായത് ഒലിവിയുടെ കൊലപാതകത്തിൽ റിച്ചാർഡിന് യാതൊരു പങ്കുമില്ല. അവനെതിരെ യാതൊരു തെളിവും ഇവർക്ക് കിട്ടുന്നില്ല. ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മുടെ ഹീറോയിന് റിച്ചാർഡിനെ തന്നെയാണ് സംശയം. ഇല്ല സാം, തെളിവുകൾ ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും അവൻ തന്നെയാണ് ഈ കൊലപാതകം ചെയ്തത്. എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതല്ലെങ്കിൽ ആ ചെറുക്കൻ എന്തോ മറക്കുന്നുണ്ട്. അവൻ വേറെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. എന്തായാലും എനിക്ക് അവനെ പറ്റി അന്വേഷിക്കണം. തുടർന്ന് ഹീറോയിൻ അവളുടെ ഹയർ ഓഫീസറിന്റെ അടുത്ത് ചെന്ന് റിച്ചാർഡിനെ കസ്റ്റഡിയിൽ എടുക്കാൻ പെർമിഷൻ വേണമെന്ന് പറയുന്നു. എന്നാൽ ഹയർ ഓഫീസർ സമ്മതിക്കുന്നില്ല. അല്ല, ആ പയ്യനെതിരെ നിനക്ക് എന്ത് തെളിവാണുള്ളത്? എന്ത് പറഞ്ഞിട്ട് അവനെ കസ്റ്റഡിയിൽ എടുക്കും? നീ പറയുന്ന പോലെ ചുമ്മാ പോയി അവനെ കസ്റ്റഡിയിൽ എടുക്കാൻ പറ്റത്തില്ല. അവന്റെ അപ്പനൊക്കെ ഭയങ്കര റിച്ചാണ്. പാവപ്പെട്ടവരോട് കാണിക്കുന്ന പോലെ ഒന്നും ഇവരോട് കാണിക്കാൻ പറ്റത്തില്ല. സർ, എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഈ പയ്യൻ എന്തൊക്കെയോ മറക്കുന്നുണ്ട്. അവനെ ഒന്ന് കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യാനുള്ള പെർമിഷൻ തരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും ഈ കേസ് സോൾവ് ചെയ്യാം. ക്യാസി, നീ എത്ര ഇമ്പോർട്ടന്റ് ആയിട്ടാണ് ഈ കേസ് കാണുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലാവും. എന്ന് കരുതി ഇങ്ങനെ ഒരാളെ വെറും സംശയത്തിന്റെ പേരിൽ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതുവരെ നിങ്ങൾക്ക് കിട്ടിയ തെളിവുകൾ വെച്ച് മാത്രം മുന്നോട്ട് പോകും. അല്ലാതെ ഇങ്ങനെ സ്കൂൾ പിള്ളേരുടെ പുറകെ പോയി സംശയമുണ്ട്, അതുണ്ട്, ഇതുണ്ടെന്നൊക്കെ പറഞ്ഞ് ഡിപ്പാർട്ട്മെന്റിന് ചീത്തപ്പേരുണ്ടാക്കാതെ. ഇന്നേരം റിച്ചാർഡ് ജസ്റ്റിന്റെ അടുത്ത് നിന്ന് സംസാരിക്കുന്നുണ്ട്. പോലീസുകാരെ റിച്ചാർഡിന്റെ അടുത്ത് വന്ന് സംസാരിക്കുമെന്നും കേസിനെ പറ്റിയൊക്കെ തിരക്കുമെന്ന് ഇവർക്ക് നേരത്തെ മനസ്സിലായിരുന്നു. ഇതെല്ലാം ഇവന്മാരുടെ പ്ലാൻ ആയിരുന്നു. കേസ് ഓഫീസേഴ്സ് വരുമ്പോൾ എങ്ങനെ സംസാരിക്കണം, ഏത് രീതിയിൽ അവരെ മാനേജ് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ജസ്റ്റിൻ ഓൾറെഡി റിച്ചാർഡിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ പോലീസുകാർ ഈ കേസിന്റെ പുറകെ പോകും, ഏതൊക്കെ തെളിവുകളായിരിക്കും അവർ പരിഗണിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കി മനസ്സിലാക്കി അതിനനുസരിച്ച് എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴേ സന്തോഷിക്കാറായി
ആയിട്ടില്ല റിച്ചാർഡ്. നമ്മൾ ഈ കേസിൽ ആരെയാണോ പെടുത്തണമെന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് അവൻ ട്രാപ്പ് ആവുന്നത് വരെ ഇതിങ്ങനെ തന്നെ പോട്ടെ. ഓക്കെ, പെർഫെക്റ്റ്. അല്ല, ഇന്ന് പോയിട്ട് നിനക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ടോ? നമുക്കൊന്ന് കൂടിയാലോ? അതിന് ജസ്റ്റിൻ ഇന്ന് പറ്റില്ല റിച്ചാർഡ്, ഇന്ന് എനിക്ക് മറ്റു കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഓ, എന്താ നിന്റെ പ്ലാൻ? അത് പിന്നെ ഒന്നുമില്ല, എനിക്ക് ആ കാര്യം ഇപ്പോൾ നിന്നോട് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ജസ്റ്റിൻ അവിടുന്ന് മാറിപ്പോകുന്നു. ഇത് റിച്ചാർഡിന്റെ മനസ്സിൽ കുറേ സംശയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇവർ രണ്ടാളും ഒന്നിച്ചൊരു കൊലപാതകം തന്നെ ചെയ്തിട്ടിരിക്കുകയാണ്. എന്നിട്ടും ജസ്റ്റിൻ എന്തൊക്കെയോ കാര്യങ്ങൾ റിച്ചാർഡിൽ നിന്ന് മറച്ചു വെക്കുന്നു. ആക്ച്വലി ജസ്റ്റിൻ പോകുന്നത് അവന്റെ ഗേൾ ഫ്രണ്ടിന്റെ അടുത്തേക്കാണ്, നമ്മുടെ ലിസ. പുള്ളിക്കാരിക്ക് ഇവനിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ. ജസ്റ്റിനാണെങ്കിലും സ്കൂളിൽ അധികം ഫ്രണ്ട്സ് ഒന്നുമില്ല, പെൺപിള്ളേരുമായിട്ട് വലിയ സഹകരണമൊന്നുമില്ല. അപ്പോൾ ഇവളെ പോലെ ഒരുത്തി ഇങ്ങോട്ട് വന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഇവന് വിട്ടുകളയാൻ തോന്നിയില്ല. പിന്നെ ഇക്കാര്യം റിച്ചാർഡിനോട് പറയാത്തതിന്റെ കാര്യം, റിച്ചാർഡ് നല്ല സുന്ദരനാണ്, ആവശ്യത്തിന് പണവുമുണ്ട്, ഒരുവിധപ്പെട്ട പെൺപിള്ളേരൊക്കെ അവന്റെ കക്ഷത്തിലാണെന്ന് പറയാം. ഇനിയിപ്പോൾ താനും ലിസയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ പാര വെക്കുവോ, അവൻ ലിസയെ വളയ്ക്കാൻ നോക്കുവോ എന്നൊക്കെയുള്ള പേടി കാരണമാണ് ഇവൻ ഈ കാര്യം റിച്ചാർഡിനോട് പറയാതിരുന്നത്. തന്നെ കൂട്ടാതെ തന്നോട് പറയാതെ ജസ്റ്റിൻ എങ്ങോട്ടാണ് ഈ ഒറ്റയ്ക്ക് പോകുന്നതെന്ന് സംശയം തോന്നി റിച്ചാർഡ് അവനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ റിച്ചാർഡും ജസ്റ്റിന്റെ റിലേഷൻഷിപ്പ് ഒക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. ലിസയുമായിട്ട് അവൻ ഇഷ്ടത്തിലാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ നമ്മുടെ ഡിറ്റക്റ്റീവ് കാശിക്ക് ഒരു കോൾ വരുവാണ്. വിളിച്ചിരിക്കുന്നത് അവളുടെ പാർട്ണർ ആയിട്ടുള്ള സാം ആണ്. സംഭവം എന്താണെന്നാൽ ആ ഒരു ക്രൈം സീനിൽ നിന്ന് ഇവർക്ക് വോമിറ്റിംഗ്, അതായത് ഒരാളെ ഛർദ്ദിച്ചിരിക്കുന്നത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ സാമ്പിൾ ഇവർ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തപ്പോൾ അതിനകത്തുനിന്ന് കിട്ടുന്ന ഇൻഫോർമേഷൻ അനുസരിച്ച് ഈ വ്യക്തി, അതായത് ആ ഒരു ഛർദ്ദിച്ചിരിക്കുന്ന വ്യക്തി കഴിച്ചിരിക്കുന്ന ഫുഡ് കൂടുതലായിട്ടും മുട്ട, ഇറച്ചി അങ്ങനെയുള്ള സാധനങ്ങൾ ഉൾപ്പെടുന്ന ഫുഡാണ്. അതിൽ ഒരുപാട് ഓയിൽ കണ്ടന്റ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ നിന്ന് ഇവർക്കൊരു കാര്യം മനസ്സിലായി, ഇത് പുറത്തുനിന്ന് കഴിച്ചിരിക്കുന്ന ഫുഡാണ്. മാത്രമല്ല ഇങ്ങനെയുള്ള ഫുഡ് വളരെ കുറച്ച് ഹോട്ടൽസ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അങ്ങനെ അതേ തുടർന്ന് ഹോട്ടൽസിൽ ചെന്ന് അന്വേഷിക്കുന്നു. ഹോട്ടലിൽ ചെന്ന് അവിടെയുള്ള ആളുകളോട് ഇന്ന ദിവസം ഇന്ന പോലെ ഒരു സ്റ്റുഡന്റ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നുണ്ട്. അവൾ ഉദ്ദേശിക്കുന്നത് റിച്ചാർഡിനെ പറ്റിയാണ്. പക്ഷേ ഹോട്ടലുകാരും റിച്ചാർഡിനെ കണ്ടിട്ടില്ല. ഈ ഒരു അന്വേഷണത്തിൽ റിച്ചാർഡ് അല്ലാതെ മറ്റൊരു സ്റ്റുഡന്റ് അവരുടെ ഹോട്ടലിൽ നിന്ന് ഈ ഒരു കൊലപാതകം നടന്നിട്ടുള്ള ദിവസം ഫുഡ് കഴിച്ചിട്ടുണ്ടെന്നുള്ള ഇൻഫോർമേഷൻ കിട്ടുന്നുണ്ട്. തുടർന്ന് ഹോട്ടലുകാർ പറയുന്ന ആ ഒരു സ്റ്റുഡന്റിനെ പറ്റി വിശദമായിട്ട് അന്വേഷിച്ച് ചെല്ലുമ്പോഴാവട്ടെ അത് നമ്മുടെ ജസ്റ്റിൻ ആണ്. ഇപ്പോൾ ഡിറ്റക്റ്റീവ് ജസ്റ്റിന്റെ അടുത്ത് ചെന്നപ്പോൾ ജസ്റ്റിൻ ആകെ ഒരുമാതിരി കൺഫ്യൂസ്ഡ് ആയി. അവനങ്ങ് പേടിക്കുന്നു. കാരണം ഇവന്മാർ A to Z കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആ പ്ലാനിനിടയ്ക്ക് ഒരിക്കൽ പോലും നമ്മുടെ ജസ്റ്റിന്റെ അടുത്ത് ഡിറ്റക്റ്റീവോ പോലീസുകാരോ വരാൻ പാടില്ല. എന്നിട്ടും എങ്ങനെയാണ് ഇവർ തന്നിലേക്ക് എത്തിപ്പെട്ടത്? ഇനിയിപ്പോൾ ഇവർക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടിയോന്ന് കരുതി ജസ്റ്റിൻ ആകെ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. ജസ്റ്റിന്റെ അടുത്ത് ചെന്ന് ഡിറ്റക്റ്റീവ് ജസ്റ്റിനോട് ഇന്നപോലെ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ അവനും പേടിയൊന്നുമില്ലാതെ വളരെ കൂളായിട്ട് മറുപടി പറയുന്ന പോലെ ഞാൻ ഫുഡ് കഴിച്ചായിരുന്നു എന്നൊക്കെ പറയുന്നു. പുള്ളിക്കാരിക്ക് എന്നാൽ ഇവനെ സംശയമില്ല, റിച്ചാർഡിനെയാണ് സംശയം. അല്ല, നിനക്ക് നിന്റെ കൂടെ പഠിക്കുന്ന റിച്ചാർഡിനെ പറ്റി എന്താണ് അഭിപ്രായം? ഓ, അവനുമായിട്ട് ഞാൻ മിണ്ടത്ത് പോലും ഇല്ല. അതെന്താ അങ്ങനെ? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവനൊരുമാതിരി ടൈപ്പാണ്. അവന് കാശുണ്ടെന്നുള്ള എൻ്റെ അഹങ്കാരമാണ്. ഞാൻ എന്ത് പറഞ്ഞാലും അവൻ വലിയ വിലയൊന്നും കൊടുക്കാറില്ല. അവൻ എപ്പോഴും അങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റിൻ. ഇപ്പോൾ ഈ ജസ്റ്റിൻ ഇങ്ങനെ പറയുമ്പോൾ പിന്നെയും നമ്മുടെ ഹീറോയിൻ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. എന്താണെന്നാൽ കൊലപാതകം നടന്ന സമയത്ത് ഈ ജസ്റ്റിൻ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. റിച്ചാർഡ് ആണെങ്കിലോ ആ സമയം അവൻ സ്റ്റഡി ക്ലാസ്സിലായിരുന്നു എന്നാണ് തെളിവ്. ഇങ്ങനെ ഈ പുള്ളിക്കാരി ആകെ മൊത്തം കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുമ്പോൾ സാം ഇവരെ വിളിക്കുന്നു. കൊലപാതകയെ കണ്ടെത്തിയിട്ടുണ്ട്, പെട്ടെന്ന് വാന്ന് പറഞ്ഞ് കൊലപാതകയുടെ ലൊക്കേഷൻ അയച്ചു കൊടുക്കുന്നു. നമ്മുടെ ഹീറോയിനും അങ്ങോട്ട് ചെല്ലുന്നു. ഈ ജസ്റ്റിനും റിച്ചാർഡും പഠിക്കുന്ന സ്കൂളിലെ ഒരു വർക്കറാണ് കൊലപാതകി, റേ ഫെദേഴ്സ്. നമ്മുടെ റിച്ചാർഡിന്റെ ഡ്രഗ് ഒക്കെ സപ്ലൈ ചെയ്യുന്ന വീട്ടിലെ കുരങ്ങിനെ വളർത്തുന്ന ആ പുള്ളിക്കാരനില്ലേ, അങ്ങേര് തന്നെ. ഇങ്ങേരാണത്ര റിച്ചാർഡിന്റെ ഷൂ അടിച്ചു മാറ്റിയത്. മാത്രമല്ല ഇങ്ങേരുടെ വീട്ടിലുണ്ടായിരുന്ന ആ ഒരു കാർപ്പറ്റ്, ഒലിവിയുടെ ശരീരത്തിൽ 2 നൂല് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, റെഡ് കളറും യെല്ലോ കളറും. ആ റെഡ് കളർ ആൻഡ് യെല്ലോ കളർ നൂല് വന്നിട്ടുള്ള കാർപ്പറ്റ് ഇങ്ങേരുടെ വീട്ടിലുണ്ട്. ഇത്രയൊക്കെ തെളിവുകൾ വെച്ച് ഇങ്ങേര് തന്നെയാണ് കൊലപാതകി, ഇങ്ങേരാണ് ഒലിവിയെ കൊന്നേന്നൊക്കെ പറഞ്ഞ് സാം പറയുമ്പോൾ നമ്മുടെ ഹീറോയിൻ അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇയാളാവാൻ ചാൻസ് ഇല്ല. ഇയാൾ പിള്ളേർക്ക് ഡ്രഗ് ഒക്കെ സപ്ലൈ ചെയ്യും, അതൊക്കെ ശരി. ഈ കൊലപാതകത്തിന് യൂസ് ചെയ്ത എന്തെങ്കിലും തരത്തിലുള്ള ആയുധം, വിരൽ മുറിക്കാൻ യൂസ് ചെയ്ത കത്തി, അങ്ങനെ എന്തെങ്കിലും ഇവിടുന്ന് കിട്ടിയോ? ഇല്ല, വെപ്പൺസ് ഒന്നുമില്ല. പക്ഷേ ഇത്രയും തെളിവില്ലേ? ഇല്ല സാം, ഇത് ഇയാളെ പെടുത്താൻ വേണ്ടി റിയൽ കൊലപാതകൾ കളിക്കുന്ന കളിയാ. ഇതിന്റെ പുറകിൽ മറ്റാരോ ഉണ്ട്. എന്തായാലും ഞാൻ ഇവിടെ ഒന്ന് പരിശോധിക്കേണ്ടതെന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയിൻ ഇയാളുടെ വീടിന്റെ പുറവശത്തൊക്കെ പോയി പരിശോധിക്കുന്നുണ്ട്. അന്നേരം അവിടെ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. ഇവളും കയ്യിൽ ഗണ്ണൊക്കെ എടുത്ത് എന്താ അത് നോക്കി നിൽക്കുമ്പോൾ ഒരു കുരങ്ങ് ഇവൾക്ക് നേരെ ചാടി വന്ന് ഇവളുടെ കയ്യിൽ കടിച്ചു. കൈ മുറിഞ്ഞ് കുറേയധികം ബ്ലഡ് പോയി. അങ്ങനെ താഴെ വീണ് കിടക്കുന്ന നമ്മുടെ ഹീറോയിനെ സാമും ബാക്കിയുള്ള പോലീസുകാരും എല്ലാം പിടിച്ചെഴുന്നേൽപ്പിച്ച് ഹോസ്പിറ്റലിലാക്കുന്നു. അതിനുശേഷം നമ്മുടെ റിച്ചാർഡ് നമ്മുടെ ജസ്റ്റിന്റെ ലവർ ലിസയുടെ അടുത്ത് ചെന്ന് അതും അവന്റെ പുതിയ കാറിൽ ചെന്ന് അവളോട് സംസാരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ലിസ, പുതിയ കാറാണ്, കയറിക്കോ, വാ നമുക്കൊരു റൈഡ് പോയിട്ട് വരാന്നൊക്കെ പറഞ്ഞ് അവളെ വിളിക്കുന്നു. എന്നാൽ അവൾ ഇവനെ മൈൻഡേ ചെയ്യുന്നില്ല. റിച്ചാർഡ്, നീ നിന്റെ പണി നോക്കിയപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞ് അവൾ അവിടെ നിന്ന് നടന്നു പോകുന്നു. ഈ റിച്ചാർഡിന് ഒരു പ്രത്യേക ശീലമുണ്ട്. സ്കൂളിലുള്ള ഇവന്റെ ഫ്രണ്ട്സ് തമ്മിലൊക്കെ ഉള്ള റിലേഷൻഷിപ്പുകളുണ്ടല്ലോ, അങ്ങനെയുള്ള റിലേഷൻഷിപ്പൊക്കെ പൊട്ടിക്കാൻ ഇവൻ എന്തോ ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ആണ്. ഇക്കാരണം കൊണ്ടാണ് നമ്മുടെ ജസ്റ്റിൻ ആണെങ്കിൽ അവന്റെ റിലേഷൻഷിപ്പിനെ പറ്റി, ലിസയുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ പറ്റി ഇവനെ അറിയിക്കാതിരുന്നത്. പെൺപിള്ളാരെ കൺവിൻസ് ചെയ്യാൻ റിച്ചാർഡിന് ഒരു പ്രത്യേക കഴിവാണ്, പ്രത്യേകിച്ച് റിലേഷൻഷിപ്പിലുള്ള പെൺപിള്ളാരെ. എന്തൊരു ജീവിയല്ലേ, ഒരാളെ പോലും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ സമ്മതിക്കത്തില്ല. അന്ന് രാത്രി നമ്മുടെ ജസ്റ്റിൻ അവന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ റിച്ചാർഡ് ജസ്റ്റിന്റെ വീട്ടിലുണ്ട്. വീട്ടിലോട്ടില്ലെന്ന് ജസ്റ്റിന്റെ കഴുത്തിന് പിടിച്ച് റിച്ചാർഡ് അവനോട് ദേഷ്യപ്പെട്ട്, നീ എന്നോട് കള്ളം പറഞ്ഞല്ലേ, നിനക്ക് റിലേഷൻഷിപ്പ് ഉണ്ട്, നിനക്ക് എന്നെ വിശ്വാസമില്ലല്ലേ, ലിസൈ നീ റിലേഷൻഷിപ്പിലാണെന്ന് എന്നോട് പറയത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട്, ദാ ഈ CD ഇത് നിനക്കുള്ളതാ എന്നും പറഞ്ഞ് ഒരു CDയും കൊടുത്തിട്ട് റിച്ചാർഡ് അവിടുന്ന് പോകുന്നു. ജസ്റ്റിനും എന്താണ് അവൻ കൊടുത്ത CDയിലെന്ന് അറിയാനായിട്ട് അത് പ്ലേ ചെയ്ത് നോക്കുമ്പോഴാവട്ടെ അതിൽ റിച്ചാർഡ് ഒരു പെണ്ണിന്റെ കൂടെ ഇന്റർകോഴ്സ് ചെയ്യുന്നതാണ്. അതിലുള്ള പെണ്ണിനെ കണ്ടിട്ട് ലിസയാണത്രേ. തന്റെ ഗേൾ ഫ്രണ്ടും തന്നെ ചതിച്ചു, ഇവനും തന്നെ ചതിച്ചു. ജസ്റ്റിൻ ഒരുമാതിരി അങ്ങ് വാശിയായി. ഇങ്ങനെ ജസ്റ്റിൻ നിൽക്കുമ്പോൾ റിച്ചാർഡ് അവനെ ഫോൺ ചെയ്യുന്നു. എടാ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, നമുക്കിടയിൽ നമ്മൾ
നമ്മൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അറ്റ്ലീസ്റ്റ് ഇതൊക്കെ ഒന്ന് ഒതുങ്ങുന്നവരെങ്കിലും നിനക്കൊന്ന് നിൽക്കാറുണ്ടല്ലോ. ഇതിലൂടെ നീ എന്നെ ചതിക്കുക ചെയ്തേ. ആദ്യം നമുക്ക് എത്രയും പെട്ടെന്ന് ഈ കേസ് അവസാനിപ്പിക്കണം. ഇനിയും നമ്മൾ ചെയ്തു തീർക്കാൻ കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഞാൻ പോയ റേയെ കൊന്നിട്ട് വരാം. അങ്ങനെ ഈ കേസ് അവസാനിക്കട്ടെ. അതിനുശേഷം നമുക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് റിച്ചാർഡ് പോകുന്നു. റിച്ചാർഡ് ഗ്ലൗസും കോട്ടും അതും ഇതുമൊക്കെ എടുത്തിട്ട് ഒരു തെളിവും ഉണ്ടാവാത്ത രീതിയിൽ അങ്ങനെ പ്ലാൻ ചെയ്ത് റേ ഫെദേഴ്സിന്റെ വീട്ടിൽ ചെന്നു. അവിടെ ചെന്ന് അങ്ങേരെ ഷൂട്ട് ചെയ്ത് കൊന്നു. റേ ഫെദേഴ്സ് സൂയിസൈഡ് ചെയ്തതാണ് എന്ന രീതിയിൽ വരുത്തി തീർത്തു. അതായത് റേ ഫെദേഴ്സ് ഒലീവിയെ കൊന്നു. ഒലീവിയെ കൊന്നതിന് ശേഷം പോലീസുകാർ അങ്ങേരെ കണ്ടുപിടിക്കുന്ന ഒരു അവസ്ഥയായി കഴിഞ്ഞപ്പോൾ അങ്ങേര് സൂയിസൈഡ് ചെയ്തു. ഇനിയിപ്പോൾ തങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യതയില്ലല്ലോ. പോലീസുകാർ ഇതോടെ ഈ കേസ് അവസാനിപ്പിക്കുമെന്നാണ് ഇവരുടെ വിചാരം. കുരങ്ങിന്റെ കടി കൊണ്ട് ഹോസ്പിറ്റലായിരുന്ന നമ്മുടെ ഹീറോയിന്റെ അടുത്ത് ചെല്ലുന്ന സാം ഈ വിവരങ്ങളൊക്കെ പുള്ളിക്കാരെ അറിയിച്ചു. ഇന്നപോലെ റേ ഫെദേഴ്സ് സൂയിസൈഡ് ചെയ്തു. അവൻ തന്നെയാണ് ഈ കൊലപാതകം ചെയ്തത്. അതുകൊണ്ടാണ് അവനിപ്പോൾ സൂയിസൈഡ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഹീറോയിൻ അതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരിക്കലും ഒരു സൈക്കോ കില്ലർ അങ്ങനെ ചെയ്യത്തില്ല. ഇത്രയും ക്രൂരമായിട്ടുള്ള രീതിയിൽ ഒരാളെ കൊന്ന് അയാളുടെ വിരലൊക്കെ മുറിച്ച് മാറ്റുന്ന അങ്ങനെയുള്ളൊരു സൈക്കോ അയാൾ ആത്മഹത്യ ചെയ്യുമോ? അതിനൊന്നും ഒരു ചാൻസും ഇല്ല. ഒരിക്കലും സൈക്കോകൾ അങ്ങനെ ചിന്തിക്കത്തില്ല. അയാളുടെ മൈൻഡ് സെറ്റ് അങ്ങനെ ആയിരിക്കത്തില്ല. ഇത് മറ്റാരോ ആണ് ഈ കൊലപാതകം ചെയ്തിട്ടുള്ളത്, ഇത് റിച്ചാർഡ് തന്നെയാണെന്നുള്ള രീതിയിൽ പുള്ളിക്കാരി ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഒറ്റയ്ക്ക് റിച്ചാർഡിന്റെ പുറകെ പോകുന്നു. അങ്ങനെ റിച്ചാർഡ് അറിയാതെ ഈ പുള്ളിക്കാരി റിച്ചാർഡിനെ ഫോളോ ചെയ്ത് ചെല്ലുമ്പോൾ നോക്കുമ്പോൾ റിച്ചാർഡ് ഒരു പെൺകുട്ടിയുടെ കൂടെ ഒരു വീട്ടിലേക്കൊക്കെ കയറി പോകുന്നത് കാണുന്നു. ഇപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്. ഈ റിച്ചാർഡും ഈ പെൺകുട്ടിയും ഇവന്റെ കൂടെയുള്ള ഈ പെൺകുട്ടിയും ഇവർ രണ്ടാളും ഇന്റർകോസ് ചെയ്യുന്നതിന്റെ വീഡിയോ ആണ് ഇവൻ ജസ്റ്റിന് കാണിച്ചു കൊടുത്തത്. പക്ഷേ ജസ്റ്റിൻ ആ വീഡിയോ കണ്ടിട്ട് അത് അവന്റെ ഗേൾഫ്രണ്ട് ആണെന്ന് തെറ്റിദ്ധരിച്ചു. ആ വീഡിയോയിൽ കറക്റ്റായിട്ട് മുഖം കാണത്തില്ലായിരുന്നു. പെണ്ണാരാണെന്ന് കറക്റ്റായിട്ട് തിരിച്ചറിയാൻ പറ്റത്തില്ലായിരുന്നു. യഥാർത്ഥത്തിൽ ഇവിടെ റിച്ചാർഡിന്റെ ഉദ്ദേശം ജസ്റ്റിനും ലിസയുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യണം. അതിനെന്ത് ചെയ്താൽ മതി? ജസ്റ്റിന്റെ മനസ്സിൽ കുറച്ച് സംശയം കോരിയിട്ടാൽ മതി. റിച്ചാർഡുമായിട്ട് ലിസ ഇന്റർകോസ് ചെയ്യുന്നതൊക്കെ പറഞ്ഞ് ഇവർ രണ്ടാളും ഇന്റർകോസ് ചെയ്യുന്നതിന്റെ വീഡിയോ കാണിച്ചു കൊടുത്ത് ജസ്റ്റിന്റെ മനസ്സിൽ ഒരു സംശയം ഉണ്ടാക്കി. ഇനിയിപ്പോൾ തനിയെ ജസ്റ്റിനും ലിസയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പൊളിഞ്ഞോളുമല്ലോ. ഇവൻ ആവശ്യമുള്ളതോ അത് തന്നെയാണ്. കൂടെ പഠിക്കുന്നവരൊക്കെ റിലേഷൻഷിപ്പ് പൊളിക്കുമ്പോൾ ഇവന് കിട്ടുന്ന എന്തോ മനസ്സുഖമാണ്. ഇപ്പോൾ റിച്ചാർഡിനെ ഫോളോ ചെയ്തു പോകുന്ന നമ്മുടെ ഹീറോയിൻ ആവട്ടെ ഈ റിച്ചാർഡിന്റെ വീടിന് പുറത്ത് വെച്ചിരിക്കുന്ന വേസ്റ്റ് ബിന്നിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം കളക്ട് ചെയ്തുകൊണ്ട് പോയി ലാബിൽ അതെല്ലാം ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. ഈ വേസ്റ്റ് ബിന്നിലുള്ള എന്തെങ്കിലും സാധനത്തിൽ നിന്ന് റിച്ചാർഡിന്റെ DNA കളക്ട് ചെയ്യാൻ പറ്റിയാൽ തന്നെ വലിയ കാര്യമാണ്. ഇവന്റെ DNAയും നേരത്തെ ഇവർക്ക് ക്രൈം സീനിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന വോമിറ്റിംഗ് അതിൽ നിന്ന് ഇവർ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന DNAയും ഇത് രണ്ടും മാച്ച് ആവുന്നുണ്ടെങ്കിൽ ഈ കൊലപാതകം ചെയ്ത് റിച്ചാർഡ് തന്നെയാണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. ശേഷം അടുത്ത ദിവസം നമ്മുടെ ജസ്റ്റിൻ റിച്ചാർഡിന്റെ അടുത്ത് ചെല്ലുന്നു. ജസ്റ്റിൻ ഒരു അബദ്ധം പറ്റിയത്രേ. ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് ജസ്റ്റിൻ ഒരു അബദ്ധം പറ്റി. ആ ക്രൈം സീനിൽ ജസ്റ്റിൻ ഛർദ്ദിച്ചിരുന്നു. ഒലിവിയുടെ ബോഡി അവിടെ കൊണ്ടുപോയി ഡംപ് ചെയ്യാൻ പോയത് ജസ്റ്റിനാണ്. ആ സമയത്ത് ഇവൻ ഛർദ്ദിച്ചത് കൊണ്ട് തന്നെ പോലീസുകാർക്ക് അതിന്റെ സാമ്പിൾ കിട്ടിയിട്ടുണ്ടാവും. അവരത് വെച്ചിട്ട് ഇവന്റെ DNA എടുത്തിട്ടുണ്ടാവും. ഈ ഒരു ലീഡ് വെച്ച് പോലീസുകാർക്ക് തങ്ങളിലേക്ക് എത്തിപ്പെടാൻ പറ്റുമെന്ന് ജസ്റ്റിൻ പറയുന്നു. ഇവൻ ഇങ്ങനെയൊക്കെ പറയുന്നത് റിച്ചാർഡിനെ സഹിക്കാൻ പറ്റുന്നില്ല. ഇത്രയും കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്ത് എല്ലാം പ്ലാൻ പ്രകാരമാണ് നടക്കുന്നത്, ഓരോ സ്റ്റെപ്പിലും ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് റിച്ചാർഡ് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് വരെ വ്യക്തമായി പറഞ്ഞു കൊടുത്ത് ഈ ജസ്റ്റിൻ ഒരു മിസ്റ്റേക്ക് ചെയ്തിരിക്കുന്നു. ഇതിന്റെ പേരിൽ റിച്ചാർഡ് ജസ്റ്റിനോട് ദേഷ്യപ്പെട്ട് നീ ഒരു മൊണ്ണയാണ്, നിനക്ക് യാതൊരു കഴിവില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അവനോട് ദേഷ്യപ്പെടുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വന്ന് ജസ്റ്റിൻ റിച്ചാർഡിനെ തല്ലുന്നു. ഒരു ഒന്നൊന്നര ഇടിയായിരുന്നു. അതും റിച്ചാർഡിന്റെ മൂക്കിലിട്ട്. അവന്റെ മൂക്കൊക്കെ മുറിഞ്ഞ് ചോര വരുന്നു. പറ്റിപ്പോയ അബദ്ധം മനസ്സിലാക്കി ജസ്റ്റിൻ സോറിയൊക്കെ പറഞ്ഞ് അവിടുന്ന് മാറിപ്പോകുന്നു. റിച്ചാർഡ് ജസ്റ്റിനോട് നീ ഇത് എങ്ങോട്ടാ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ടെങ്കിലും ജസ്റ്റിൻ ഒന്നും മിണ്ടുന്നില്ല. തുടർന്ന് റിച്ചാർഡ് ജസ്റ്റിനെ ഫോളോ ചെയ്യുന്നു. ഇതിനിടെ നമ്മുടെ ഹീറോയിൻ റിച്ചാർഡിനെ കാണുന്നുണ്ട്. പുള്ളിക്കാരി റിച്ചാർഡിനെ ഫോളോ ചെയ്ത് അവന്റെ പുറകെ വരുന്നു. അതുകൊണ്ട് എന്താ പറ്റിയേ? ജസ്റ്റിന്റെ പുറകെ ചെന്ന് റിച്ചാർഡ് ജസ്റ്റിനോട് സംസാരിക്കുമ്പോൾ ഇത് നമ്മുടെ ഹീറോയിൻ കാണുന്നു. ഇവന്മാർ രണ്ടും കൂടി ഒരുമിച്ച് നിൽക്കുന്നതിന്റെ ഫോട്ടോയും അവൾ എടുക്കുന്നുണ്ട്. അതായത് നേരത്തെ ജസ്റ്റിൻ നമ്മുടെ ഹീറോയിനോട് പറഞ്ഞ പോലെ ഈ ജസ്റ്റിനും റിച്ചാർഡും തമ്മിൽ ഒരു പ്രശ്നവുമില്ല. ഇവന്മാർ എല്ലാവരുടെയും മുന്നിൽ അഭിനയിക്കുവാണെന്ന് ഇവൾക്ക് മനസ്സിലായി. ഇപ്പൊ ഇവന്മാരുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പുള്ളിക്കാരി തിരിച്ചു പോകാൻ തുടങ്ങുമ്പോൾ നമ്മുടെ റിച്ചാർഡ് ഈ പുള്ളിക്കാരിയെ കണ്ടിട്ട് ഇവളുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നു. ഇവൾക്ക് ഇപ്പോഴും തന്നെ സംശയമുണ്ടെന്ന് മനസ്സിലാക്കുന്ന റിച്ചാർഡ് ഒരുമാതിരി വല്ലാത്ത രീതിയിൽ അവളെ കലി പിടിപ്പിക്കുന്ന രീതിയിൽ അവളോട് സംസാരിക്കുന്നുണ്ട്. ദേഷ്യം വന്ന് ക്യാസിയും കാറിന്റെ ഡോർ തുറക്കുന്നു. പുള്ളിക്കാരി പതിയാണ് തുറക്കുന്നത്. അത് റിച്ചാർഡിന്റെ ദേഹത്ത് വന്ന് തട്ടുമ്പോൾ അവൻ ഭയങ്കരമായിട്ട് ഇടിച്ച രീതിയിലൊക്കെ അഭിനയിച്ച് അവിടുന്ന് മാറിപ്പോകുന്നു. ക്യാസിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ഡോർ പതിയല്ലേ തട്ടി? ഇവനിത് പ്രാന്താണ്. ഇവൻ എന്താ ഇങ്ങനെയൊക്കെ അഭിനയിച്ച് ഓടി പോകുന്നേ? എന്തോ എന്തായാലും ജസ്റ്റിൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കള്ളമാണ് തെളിയിക്കുന്ന തെളിവ് കിട്ടിയിട്ടുണ്ട്. ഇവന്മാർ രണ്ടുപേരും സുഹൃത്തുക്കളാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. സോ ഈ ഫോട്ടോസ് കൊണ്ടുപോയി കാണിച്ച് ഇവരെ കസ്റ്റഡിയിൽ എടുക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ നമ്മുടെ ഹീറോയിൻ സാമിന്റെ അടുത്ത് നിന്ന് ഇക്കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ നീ ഇന്നലെ റിച്ചാർഡിനെ തല്ലിയോ? നീ അവനെ തല്ലി എന്ന് പറഞ്ഞ അവൻ കംപ്ലൈന്റ് തന്നിട്ടുണ്ടല്ലോ. എന്ത് ഞാൻ അവനെ തല്ലിന്നോ? അല്ല, ഞാൻ കാറിന്റെ ഡോർ വന്നപ്പോൾ അവന്റെ ദേഹത്ത് കൊണ്ടായിരുന്നു. പക്ഷേ അത് അത്ര വലിയ പ്രശ്നമാക്കാനൊന്നുമില്ല. ചെറിയൊരു തട്ടലായിരുന്നു. അവൻ ഓവറായിട്ട് അഭിനയിച്ച് അവിടുന്ന് ഓടി പോകുന്നുണ്ടായിരുന്നു. ഓ കമോൺ ക്യാസി, നീ ഇങ്ങനെയൊക്കെ ഓരോന്ന് കാണിക്കാൻ പോകുന്നതാണ് പ്രശ്നം. ഇപ്പൊ അവൻ നിനക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. നീ ഇപ്പൊ എന്തൊക്കെ ചെയ്താലും പ്രതികാര നടപടിയാണെന്നേ പറയത്തുള്ളൂ. അതോടെ ഡിറ്റക്റ്റീവിന്റെ ആ പ്ലാനും പൊളിഞ്ഞു. പുള്ളിക്കാരി വീണ്ടും വിശദമായിട്ട് ഈ കേസിനെ പറ്റി പഠിക്കുന്നു. ഒലീവിയ മരിച്ചിട്ടുള്ളത് രാത്രി 9:26 കൃത്യമായിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട്. അവളുടെ വീട്ടിലെ ക്ലോക്ക് നിന്നിട്ടുള്ളത് 9:27 ഈ സമയത്ത് റിച്ചാർഡ് അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ആയിരുന്നു. ജസ്റ്റിൻ ആണെങ്കിൽ ഹോട്ടലിലിരുന്ന് ഭക്ഷണം കഴിക്കുമായിരുന്നു. ഇവർ രണ്ടുപേരും ഈ സ്ഥലത്ത്, അതായത് ഒലീവിയയുടെ വീട്ടിലുണ്ടാവാനുള്ള സാധ്യതയില്ല. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം കൃത്യം 9:27 അതായത് ഒലീവിയ മരിച്ച് 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവളുടെ വീട്ടിലെ ക്ലോക്ക് നിന്നിരിക്കുന്നതാണ്. ഒലീവിയയുടെ വീട്ടിൽ ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവളുടെ വീട്ടിലെ ക്ലോക്ക് ഒക്കെ താഴെ വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ മിനിറ്റിനുള്ളിൽ ക്ലോക്ക് അങ്ങനെ നിന്ന് പോകുമെന്ന് അറിയാനായിട്ട് നമ്മുടെ ഹീറോയിൻ അവളുടെ വീട്ടിലുള്ള ക്ലോക്ക് എടുത്ത് താഴെ ഇടുന്നുണ്ട്. ക്യാസി ക്ലോക്ക് എടുത്ത് താഴെ ഇട്ടു. എന്നാൽ ക്ലോക്ക് റൺ ആവുന്നുണ്ട്. രണ്ടാമത്തെ തവണ കുറച്ചുകൂടെ ശക്തമായിട്ട് താഴെ അടിച്ചു. അന്നേരവും ക്ലോക്ക് റൺ ആവുന്നുണ്ട്. മൂന്നാമത്തെ
മൂന്നാമത്തെ തവണ കുറച്ചുകൂടെ പവറിൽ താഴെ അടിച്ചു കഴിഞ്ഞപ്പോഴാണ് ക്ലോക്ക് നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ക്ലോക്ക് ഈ പെർട്ടിക്കുലർ ടൈമിലേക്ക് ആരെങ്കിലും സെറ്റ് ചെയ്തതായിക്കൂടെ? ആരെങ്കിലും മനഃപൂർവ്വം ഈ ഒരു ടൈമിലേക്ക് സെറ്റ് ചെയ്ത് വെച്ച് അങ്ങനെ ഇവരെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നതാണെങ്കിലോ? ഇങ്ങനെയൊക്കെ സംശയം തോന്നിയ നമ്മുടെ ഹീറോയിൻ നേരെ ഒലിവിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ ചെന്ന് അവളുടെ വീടിന് മുറ്റത്ത്, ഒലിവിയുടെ വീടിന് മുറ്റത്ത് വെച്ചിട്ടുണ്ടായിരുന്ന സ്പ്രിംഗ്ലേഴ്സ് ഏത് സമയത്താണ് വെള്ളം തളിക്കുന്നത് എന്നുള്ള കാര്യം നോക്കുന്നു. അതായത് അവിടെ വെച്ചിരിക്കുന്ന സ്പ്രിംഗ്ലേഴ്സ് ഓട്ടോമാറ്റിക് ആണ്. ഒരു പെർട്ടിക്കുലർ ടൈമിൽ അത് തനിയെ ഓണായി അവിടെ മുഴുവൻ വെള്ളം നിറയ്ക്കും. നമ്മുടെ ഗ്യാസിയും അതിനകത്തെ ടൈം സെറ്റിംഗ് ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ 3:30 മണിയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഉച്ച കഴിഞ്ഞ് 3:30 മണി സമയമാകുമ്പോൾ ഇതിനകത്ത് വെള്ളം പുറത്ത് വരും. നേരത്തെ നമ്മുടെ ഹീറോയിൻ ഇവിടെ വന്ന സമയത്ത് ഈ വീടിനകത്ത് ചെളിയായിരിക്കുന്നത് ഇവൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നല്ലോ. എങ്ങനെയായിരിക്കും അവിടെ ചെളിയായിട്ടുണ്ടാവുക? ആരെങ്കിലും വീടിന് പുറത്തൂടെ, പ്രത്യേകിച്ച് ആ ഒരു ഗാർഡൻ ഏരിയയിലൂടെ മണ്ണിലൊക്കെ ചവിട്ടി നടന്നകത്ത് കയറുമ്പോഴാണ് ചെളിയായിട്ടുണ്ടാവുക. എന്നാൽ ഉണങ്ങിക്കിടക്കുന്ന മണ്ണിൽ ചവിട്ടി അകത്ത് കയറി കഴിഞ്ഞാൽ അങ്ങനെ ചെളിയാവണമെന്നില്ല. എന്നാൽ നനഞ്ഞു കിടക്കുന്ന മണ്ണിലൊക്കെ ചവിട്ടിയിട്ട് നേരെ അകത്ത് കയറി കഴിഞ്ഞാൽ ചെളിയാകും. അതിനർത്ഥം ഒലിവിയ ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് 9:30 മണി ആ ഒരു ടൈമിലല്ല, 3:30 മണി ആ ഒരു ടൈമിലാണ്. അന്ന് ഒലിവിയ കൊല്ലപ്പെട്ട ദിവസം ഉച്ച കഴിഞ്ഞ് ഏകദേശം ഒരു 3:30 മണി സമയം കഴിഞ്ഞ് ആ ഒരു ടൈമിലെങ്ങാണ്ടാണ് കില്ലർ ഇവിടെ വന്നിരിക്കുന്നത്. അതായത് ഈ വാട്ടർ സ്പ്രിംഗ്ലർ വെള്ളം പുറത്ത് വിട്ട് മണ്ണെല്ലാം നനഞ്ഞു കിടക്കുന്ന ആ ഒരു ടൈമിൽ. ആ സമയത്ത് ഇവിടെ വന്ന കില്ലർ ഒലിവിയയെ അടിച്ചൊതുക്കി പിടിച്ച് കെട്ടിയിട്ടുണ്ടാവാം. അവളെ കൊന്നിട്ടുണ്ടാവത്തില്ല. അവളുടെ വീട്ടിലെ ക്ലോക്കും സാധനങ്ങളും എല്ലാം അടിച്ചു പൊട്ടിച്ചിട്ട് ആ ക്ലോക്കിലും മനഃപൂർവ്വം 9:30 സമയം സെറ്റ് ചെയ്തിട്ടുണ്ടാവാം. ഈ കൊലപാതകത്തിലെ ഒന്നാം പ്രതി റിച്ചാർഡ് ആണെന്നാണല്ലോ നമ്മുടെ ഹീറോയിൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ റിച്ചാർഡാണ് ഇത് ചെയ്തത് എന്നുള്ള രീതിയിൽ അവൾ കാര്യങ്ങൾ ഇമാജിൻ ചെയ്യുന്നു. 3:30 മണി സമയമാകുമ്പോൾ അവൻ അവിടെ എത്തി. ഏകദേശം ആ ഒരു ടൈമിലേക്കും ജോലി കഴിഞ്ഞ് വരുന്ന ഒലിവിയയെ പിടിച്ച് കെട്ടിയിട്ടു. റിച്ചാർഡിലേക്ക് പോലീസിന് എത്താൻ പറ്റാത്ത വിധം അത്രമേൽ ശ്രദ്ധിച്ച് ഒരു തെളിവ് പോലും അവശേഷിക്കാത്ത വിധം എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് അവളുടെ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം എറിഞ്ഞ് നശിപ്പിച്ച് ക്ലോക്കിലും ഒരു സമയം സെറ്റ് ചെയ്ത്, അതായത് 9:27 എന്ന സമയം സെറ്റ് ചെയ്ത് ഒലിവിയയെ കാറിന്റെ ഡിക്കിയിലാക്കി അവളെയും കൊണ്ട് ഇവന്മാരുടെ സ്ഥലത്തേക്ക് പോയി. വേറെ അങ്ങോട്ടുമല്ല, നമ്മുടെ റിച്ചാർഡിന്റെ വീട്ടിലെ രഹസ്യമുറിയിലേക്കാണ് ഇവന്മാർ ആ പെണ്ണിനെ മാറ്റുന്നത്. ഈ സമയം റിച്ചാർഡ് ഒരു സ്റ്റഡി ക്ലാസ്സിലായിരുന്നെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. അതിനിടയിൽ പുള്ളിക്കാരൻ ഒരു 10 മിനിറ്റ് മാറി പോകുന്നുണ്ടായിരുന്നല്ലോ പിസ്സ വാങ്ങാനായിട്ടെന്നൊക്കെ പറഞ്ഞ്. അത് കൃത്യം 9:20 മുതൽ പിന്നെ അങ്ങോട്ടുള്ള ഒരു 10 മിനിറ്റ് ആയിരുന്നു. അതായത് ആ ഒരു ടൈം പീരീഡിൽ തന്നെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് ഇവളുടെ വീട്ടിലെ ക്ലോക്ക് തല്ലി പൊട്ടിച്ച് അതിൽ സെറ്റ് ചെയ്തിരുന്ന ടൈമിൽ തന്നെ ഇവളെയും ഇല്ലാതാക്കി. ഈ സമയം ഹോട്ടലിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന ജസ്റ്റിൻ ഇവിടെ എത്തുന്നുണ്ട്. ഇവന്മാർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് ഇവളെ കൊല്ലുന്നത്. ദെൻ ജസ്റ്റിനാണ് ഒലിവിയയുടെ ബോഡി കൊണ്ടുപോയി ഡംപ് ചെയ്യുന്നത്. അങ്ങനെ ബോഡി കൊണ്ടുപോയി ഡംപ് ചെയ്യുന്ന സമയത്ത് അവൻ അവളുടെ വിരൽ കട്ട് ചെയ്തു. അതിനുശേഷം പുള്ളിക്കാരൻ കുറച്ച് നേരം മുമ്പ് കഴിച്ചല്ലേ ഉള്ളൂ, ആ കഴിച്ചതിൻ്റെ എല്ലാം കൂടെ വൊമിറ്റ് ചെയ്യാൻ വന്ന് അവിടെ വൊമിറ്റ് ചെയ്ത് വെച്ചു. ഇത്രയൊക്കെ കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്ത് എല്ലാം A to Z പ്ലാൻ പ്രകാരം ചെയ്തിട്ട് അവസാനം വന്നിട്ട് ആ ഒരു വൊമിറ്റിംഗ്, ആ ഒരൊറ്റ കാര്യത്തിൽ ഇവന്മാർ പെട്ടുപോയി. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കുന്നത് നമ്മുടെ ഹീറോയിൻ അവളുടെ ഹയർ ഓഫീസറിനെ ഈ കാര്യങ്ങളൊക്കെ അറിയിച്ച് ഇവന്മാരെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യണം, നമുക്ക് ചോദ്യം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരന്റെ സമ്മതം നേടിയെടുക്കുന്നു. അങ്ങനെ റിച്ചാർഡിനെയും ജസ്റ്റിനെയും അറസ്റ്റ് ചെയ്തു. രണ്ടുപേരെയും ചോദ്യം ചെയ്യുന്നു. രണ്ടുപേരെയും സെപ്പറേറ്റ് ആയിട്ട് മാറ്റി മാറ്റി ഇരുത്തി പല രീതിയിൽ പലതരത്തിലെ ചോദ്യങ്ങൾ ചോദിച്ചു. ഫസ്റ്റ് ഓഫ് ഓൾ, ഇവന്മാരാണ് ഈ കൊലപാതകം ചെയ്തതെന്ന് ഇവരിൽ ആരെങ്കിലും സമ്മതിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് റിച്ചാർഡിനോട് ജസ്റ്റിനാണ് ഈ കൊലപാതകം ചെയ്തതെന്ന് ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് നീ മാപ്പുസാക്ഷിയായി കഴിഞ്ഞാൽ നിന്നെ രക്ഷപ്പെടുത്താന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ അതേപോലെ തന്നെ അപ്പുറത്ത് ജസ്റ്റിന്റെ അടുത്ത് മാറ്റി സംസാരിക്കുന്നു. അതായത് റിച്ചാർഡാണ് ഈ കൊലപാതകം ചെയ്തത്, നിന്നെ മാപ്പുസാക്ഷിയാകാമെന്നൊക്കെ പറഞ്ഞ്. ബട്ട് ഇത്രയൊക്കെ കാര്യങ്ങൾ വിശദമായിട്ട് പ്ലാൻ ചെയ്യാൻ അറിയാവുന്ന ഇവന്മാർ ഇതിലൊക്കെ വീഴൂ? ഒരിക്കലുമില്ല. രണ്ടുപേരെയും എങ്ങനെയൊക്കെ ചോദ്യം ചെയ്തിട്ടും കാര്യം ഉണ്ടായില്ല. പോലീസുകാർക്ക് വേണ്ടത്ര തെളിവ് കിട്ടിയില്ല. മാത്രമല്ല റിച്ചാർഡിന്റെ പേരൻസ് വക്കീലിനെ അയച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റിച്ചാർഡിനെയും ജസ്റ്റിനെയും പോലീസുകാർക്ക് വിടേണ്ടി വരുന്നു. പുറത്തു വരുന്ന റിച്ചാർഡ് അവന്റെ പരിചയത്തിലുള്ള ഒരു പോലീസുകാരനെ കോൺടാക്ട് ചെയ്തിട്ട് ഈ കേസിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, എവിടെ വരെയായി അന്വേഷണം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. എന്നാൽ ആ പോലീസുകാരൻ റിച്ചാർഡിനെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാവുന്നില്ല. ബിക്കോസ് ഇതൊരു കൊലക്കുറ്റമാണ്. കൊലപാതകമൊക്കെ ചെയ്തിട്ട് ഇവന്മാർ ഇങ്ങനെ സഹായം ചോദിച്ചു കഴിഞ്ഞാൽ, അതും ഈ പിള്ളേരിങ്ങനെ സഹായം ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പോലീസുകാരനെ സപ്പോർട്ട് ചെയ്യുക? ആ പോലീസുകാരൻ കൂടെ കൈയൊഴിഞ്ഞതോടെ റിച്ചാർഡിന് ഒരു കാര്യം മനസ്സിലായി, തങ്ങൾ പെട്ടു, ഇനി തങ്ങൾക്ക് രക്ഷയില്ല. അതുകൊണ്ട് തന്നെ റിച്ചാർഡ് ഓടി അവന്റെ വീട്ടിൽ ചെന്ന് അവിടുന്ന് ഒരു പെട്ടിയും എടുത്ത് ഇവന്മാർ രണ്ടുപേരും കൂടെ രഹസ്യമായിട്ട് കൂടുന്ന ഒരു ബീച്ചിലുള്ള ഒരു വീടുണ്ടല്ലോ, ഒരു പൊട്ടിപ്പൊളിഞ്ഞ് വീടാറായ വീട്, ആ വീട്ടിലേക്ക് പോകുന്നു. അപ്പോഴേക്കും റിച്ചാർഡ് വിളിച്ചിട്ടുണ്ടായിരുന്ന പോലീസുകാരൻ ഈ വിവരം നമ്മുടെ ഹീറോയിനെ അറിയിച്ചു. നമ്മുടെ ഹീറോയിൻ ഇവർ തന്നെയാണ് പ്രതികൾ, ഇവർ പോലീസിനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള കുറ്റം കൂടെ കൂട്ടിച്ചേർത്ത് ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ള വാറന്റ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് റിച്ചാർഡിന്റെ ഒക്കെ വീട്ടിൽ ചെല്ലുന്നു. അവിടെ ചെന്നപ്പോഴോ ജസ്റ്റിന്റെ വീട്ടിൽ ജസ്റ്റിനും ഇല്ല, റിച്ചാർഡിന്റെ വീട്ടിൽ റിച്ചാർഡും ഇല്ല. വിശദമായിട്ട് ഇവരുടെ വീട് പരിശോധിക്കുമ്പോൾ റിച്ചാർഡിന്റെ വീട്ടിൽ ഒരു രഹസ്യ മുറി ഉള്ളതായിട്ട് ഇവർ കണ്ടെത്തുന്നുണ്ട്. ആ മുറിയിൽ കുറേ സാധനങ്ങൾ, ഗ്ലൗസ്, അതേപോലെ കോട്ട്, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഇവർ കണ്ടെത്തുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ക്യാസിയൊക്കെ ഒരു കാര്യം ഉറപ്പിച്ചു, ആ പെണ്ണിനെ ഒലിവിയയെ ഉമ്മാരി കൊന്നത് ഈ മുറിയിലിട്ടാണ്, അതായത് റിച്ചാർഡിന്റെ വീട്ടിലെ ഈ രഹസ്യ മുറിയിലിട്ടാണ്. ഇന്നേരം ജസ്റ്റിൻ അവന്റെ ഗേൾ ഫ്രണ്ട് ലിസയുടെ കൂടെയുണ്ട്. അവൻ ലിസയുടെ അടുത്ത് നിന്ന് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. ഞങ്ങളൊരു പെണ്ണിനെ കൊന്നു, ഇതെല്ലാം അവന്റെ പ്ലാൻ ആയിരുന്നു, അവൻ പറഞ്ഞിട്ടാണ് ഞാനിത് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് റിച്ചാർഡിനെ കുറ്റക്കാരനാക്കുന്ന രീതിയിലാണ് ഇവൻ സംസാരിക്കുന്നത്. ഇതെല്ലാം കേൾക്കുമ്പോൾ അവൾക്കും ജസ്റ്റിനെ വിശ്വസിക്കാൻ തോന്നി. അവളും ജസ്റ്റിനെ വിശ്വസിച്ചു. ഈ സമയം റിച്ചാർഡ് ഇവനെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഇവനെ കോൺടാക്ട് ചെയ്തിട്ട് ഇവരുടെ ബീച്ചിലെ വീട്ടിലേക്ക് വരാൻ പറയുന്നുണ്ട്. ഓക്കെ ശരി, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് ജസ്റ്റിനും റിച്ചാർഡുള്ള അങ്ങോട്ട് പോകുന്നു. ജസ്റ്റിൻ അവിടുന്ന് പോയതും ലിസ ഈ കാര്യങ്ങളൊക്കെ പോലീസിനെ വിളിച്ച് പറയുന്നുണ്ട്. റിച്ചാർഡും ജസ്റ്റിനും കൂടെ ചേർന്നാണ് കൊലപാതകങ്ങൾ ചെയ്തതെന്നും ആക്ച്വലി കൊലപാതകം ചെയ്യാനുള്ള പ്ലാൻ എല്ലാം റിച്ചാർഡിന്റെ ആയിരുന്നു, ജസ്റ്റിൻ അതിന് കൂട്ടിക്കേണ്ടി വന്നു എന്നൊക്കെയുള്ള രീതിയിലാണ് ഇവിടെ പോലീസിനോട് പറയുന്നത്. ആൻഡ് ഇപ്പോൾ അവർ ബീച്ചിലുള്ള ആ ഒരു വീട്ടിലേക്കാണ് പോയിരിക്കുന്നത് എന്ന് തുടങ്ങിയിട്ടുള്ള ഇൻഫർമേഷൻ അവർ പറഞ്ഞു കൊടുക്കുന്നു. ഇതേ തുടർന്ന് ഈ ഇൻഫർമേഷൻ കിട്ടുന്ന നമ്മുടെ ഹീറോയിനും അങ്ങോട്ട് പുറപ്പെടുന്നു. ഇന്നേരം ജസ്റ്റിൻ ആ ബീച്ചിലെ വീട്ടിലെത്തി. അന്നേരം നമ്മുടെ റിച്ചാർഡ് അവിടെ 2 ഗണ്ണൊക്കെ പിടിച്ച് റെഡി ആയിരിക്കുവാണ്. ഇവന്മാർ സൂയിസൈഡ് ചെയ്തേക്കാവും തീരുമാനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് റിച്ചാർഡ് നമുക്ക് സൂയിസൈഡ് ചെയ്തേക്കാന്നൊക്കെ പറഞ്ഞ് ജസ്റ്റിനെയും കൺവിൻസ് ചെയ്ത് രണ്ടുപേരും അവരുടെ തലയ്ക്ക് നേരെ ഗണ്ണൊക്കെ ചൂണ്ടി അങ്ങനെ നിൽക്കുവാണ്. ഓൺ 3
എന്നൊക്കെ പറഞ്ഞ് 1 2 3 കൗണ്ട് ചെയ്യുന്നു. അങ്ങനെ ഗൺ ഫയർ ആവുന്നു. എന്നാൽ ഒരൊറ്റ ഗണ്ണ് മാത്രമേ ഫയർ ആയിട്ടുള്ളൂ. റിച്ചാർഡ് എന്താ സംഭവിച്ചെന്നറിയാതെ ഇങ്ങനെ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ എന്താ സംഭവം, നമ്മുടെ ജസ്റ്റിൻ അവന്റെ തലയ്ക്ക് നേരെ പിടിച്ചുകൊണ്ടിരുന്ന ഗണ്ണ് മുകളിലേക്ക് തിരിച്ച് മേളിലേക്കാണ് ഷൂട്ട് ചെയ്തത്. എന്താ റിച്ചാർഡ്, നീ എന്താ ഷൂട്ട് ചെയ്യാതിരുന്നേ? ഓ, നിന്റെ ഗണ്ണിൽ ബുള്ളറ്റ് ഇല്ലല്ലോ, പിന്നെ നീ എങ്ങനെ ഷൂട്ട് ചെയ്യും? എന്ത് കരുതിയിടാ നീ? പോലീസുകാർ ഇവിടെ വരുമ്പോൾ എല്ലാ കുറ്റവും ഞാനാണ് ചെയ്തതെന്ന് അവരെ പറഞ്ഞ് ധരിപ്പിച്ച് നിനക്ക് ഇതിനങ്ങ് രക്ഷപ്പെടാവുന്നു. നീ പറഞ്ഞൊക്കെ കേട്ട് ഞാൻ അങ്ങ് സൂയിസൈഡ് ചെയ്താൽ പിന്നെ നിനക്ക് കാര്യങ്ങൾ എളുപ്പമായല്ലോ. പക്ഷെ നീ രക്ഷപ്പെടില്ല കേട്ടോ. വേണേ എനിക്കിപ്പോൾ സൂയിസൈഡ് ചെയ്യാം, ഞാൻ സൂയിസൈഡ് ചെയ്താലും നീ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇവൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേ നമ്മുടെ ഹീറോയിൻ അങ്ങോട്ട് വരുന്നു. പുള്ളിക്കാർ വന്ന ഗ്യാപ്പിൽ റിച്ചാർഡ് ഗൺ എടുത്ത് ബുള്ളറ്റൊക്കെ ഇട്ട് ഇവർക്ക് നേരെ ഫയർ ചെയ്യുന്നു. കാസിയുടെ ഉദ്ദേശം ഇവന്മാരെ രണ്ടുപേരെയും ജീവനോട് പിടിക്കണം. റിച്ചാർഡ് തന്നെയോ ജസ്റ്റിനെയോ കൊല്ലാനും പാടില്ല, റിച്ചാർഡ് മരിക്കാനും പാടില്ല. ഇങ്ങനെ ഇവർ തമ്മിലുള്ള ഈ ഷൂട്ടൗട്ടിനിടെ നമ്മുടെ ജസ്റ്റിന്റെ കയ്യിൽ വെടികൊള്ളുന്നുണ്ട്. എന്നാലും നമ്മുടെ ഹീറോയിൻ റിച്ചാർഡിനെ വിടുന്നില്ല. ആദ്യം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷൂട്ടൗട്ട് ആയിരുന്നു. ദെൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ റിച്ചാർഡ് നമ്മുടെ ഹീറോയിനോട് ഫൈറ്റ് ചെയ്യുന്നു. ഒരു പോയിന്റിൽ റിച്ചാർഡ് നമ്മുടെ ഹീറോയിനെ വരെ ഓവർപവർ ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരുടെ കഴുത്തിലൊക്കെ ഞെക്കി പിടിച്ച് അവളെ കൊല്ലുന്ന ആ ഒരു സ്റ്റേജ് വരെ എത്തുന്നുണ്ട്. എന്നാലും പുള്ളിക്കാരി കഷ്ടിച്ചതിൽ നിന്ന് രക്ഷപ്പെട്ട് ആ ഒരു പൊട്ടിപ്പൊളിഞ്ഞിരുന്ന ആ ഒരു ഭാഗത്തേക്ക് റിച്ചാർഡിനെ തള്ളിവിടുന്നു. അവനെ കൊല്ലണം എന്നുള്ള ഉദ്ദേശിച്ച് ചെയ്തതല്ല, ഇവള് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ ആ വീട് മുഴുവൻ അങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞിരുന്നത് കൊണ്ട് റിച്ചാർഡ് അവിടുന്ന് തെറിച്ച് താഴെ വീണ് താഴെയുള്ള പാറക്കല്ലൊക്കെ ഇടിച്ച് അങ്ങനെ അവൻ മരിക്കുന്നു. അങ്ങനെ ജസ്റ്റിൻ എന്തായാലും രക്ഷപ്പെട്ടു. റിച്ചാർഡ് ചെയ്ത കൊലപാതകത്തിൽ ജസ്റ്റിൻ അവനെ സപ്പോർട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. റിച്ചാർഡാണ് കൊലപാതകം ചെയ്തത്, ജസ്റ്റിൻ പിന്നെ ബോഡി കൊണ്ട് കളഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മുടെ ഹീറോയിൻ അറിയാവുന്നത്. പക്ഷേ സംഭവിച്ചത് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഈവൻ ഇപ്പം നമ്മുടെ ഹീറോയിനെ ഈ ബീച്ചിലെ ഈ വീട്ടിലേക്ക് എത്തിച്ചത് വരെ ജസ്റ്റിനാണ്. ഇവൻ ലിസയുടെ അടുത്ത് നിന്ന് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. ലിസ പോലീസുകാരെ വിളിക്കുമെന്ന് ഇവൻ 100% ഉറപ്പായിരുന്നു. ഒലീവിയുടെ മരണത്തിൽ ആ ഒരു ക്രൈമിൽ ഇവനും ഈക്വൽ പങ്കുണ്ട്. എന്നിട്ടും ഇവൻ ഇപ്പോൾ രക്ഷപ്പെടുന്നു എന്നൊരു സ്റ്റേജിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അങ്ങനെ ഫൈനലി പോലീസുകാരൊക്കെ ഇവിടെ എത്തി. നമ്മുടെ ജസ്റ്റിന്റെ കയ്യിൽ മുറിവ് പറ്റിയിട്ടുണ്ടായിരുന്നല്ലോ, അതെല്ലാം അവർ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് നമ്മുടെ ഹീറോയിൻ അവളുടെ കഴുത്തിൽ വന്നിട്ടുള്ള കുറെ മാർക്കുകൾ ശ്രദ്ധിക്കുന്നത്. റിച്ചാർഡ് ഇവളുടെ കഴുത്തിൽ പിടിച്ച് ഞെക്കി പിടിക്കുന്ന സമയത്ത് അവന്റെ കയ്യിൽ കിടന്ന മോതിരം കൊണ്ടിട്ട് ഇവളുടെ കഴുത്തിൽ കുറെ പോറലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. റിച്ചാർഡ് ഇവളുടെ കഴുത്തിൽ ഞെക്കി പിടിച്ചതുകൊണ്ട് ഇവളുടെ കഴുത്തിൽ ഇങ്ങനെയുള്ള പോറൽ അത് ഇതൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഒലീവിയുടെ കഴുത്തിൽ ഇങ്ങനെയൊന്നും കണ്ടില്ലല്ലോ. അവളുടെ ശരീരത്തിൽ മറ്റെന്തൊക്കെയോ മാർക്സ് ആയിരുന്നല്ലോ. അതിനർത്ഥം റിച്ചാർഡ് അല്ല ഒലീവിയെ കൊന്നത്, ഒലീവിയെ കൊന്നത് ജസ്റ്റിനാണ്. ഇക്കാര്യം ഹീറോയിന് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ തെളിയിക്കാൻ തെളിവുകളൊന്നുമില്ല. ഇതെങ്ങനെയെങ്കിലും തെളിയിക്കണമെന്ന് തീരുമാനിക്കുന്ന ഹീറോയിൻ നമ്മുടെ സാം ഹീറോയിന്റെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ, സാം നീ എന്റെ ചെവിയിൽ എന്തെങ്കിലും സംസാരിക്കുക. എന്ത് സംസാരിക്കാൻ? എടാ പൊട്ട, ആയിരിക്കുന്ന ചെറുക്കനെ പറ്റിക്കാൻ വേണ്ടിയാ എന്റെ ചെവിയിൽ എന്തെങ്കിലും സംസാരിക്കുന്ന പോലെ ചുമ്മാ വന്ന് വിസ്പർ ചെയ്യും. സാമും ഇവള് പറഞ്ഞ പോലെ ചെയ്യുന്നു. ജസ്റ്റിനും ആകാംക്ഷയോടെ ഇവർ എന്താ സംസാരിച്ചെന്ന് ഇങ്ങനെ നോക്കിയിരിക്കുവാണ്. ഹീറോയിൻ നേരെ ജസ്റ്റിന്റെ അടുത്ത് ചെന്ന്, ജസ്റ്റിൻ ഒരു പ്രശ്നമുണ്ട്. റിച്ചാർഡ് നിങ്ങൾ ചെയ്ത കൊലപാതകമൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവന്റെ വീട്ടിലെ രഹസ്യമുറിയിൽ ഒരു ക്യാമറ അവൻ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തെ വിഷ്വൽ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. കുറച്ച് നേരത്തിനുള്ളിൽ നമുക്ക് ആ വിഷ്വൽ കംപ്ലീറ്റ് കാണാൻ പറ്റും. ആ വിഷ്വൽസിലൊന്നും നീ ഉണ്ടാവത്തില്ലല്ലോ അല്ലേ? എങ്കിൽ മാത്രമേ നിനക്ക് രക്ഷപ്പെടാൻ പറ്റൂ. ഇത് കേട്ടതും ജസ്റ്റിൻ ഒരുമാതിരി അങ്ങ് വല്ലാതായി. അവൻ ഇങ്ങനെ ക്യാമറയൊക്കെ വെച്ച് റെക്കോർഡ് ചെയ്യുന്ന ശീലമുള്ളതാ. അങ്ങനെ ക്യാമറ ഉണ്ടാവും, എല്ലാം റെക്കോർഡ് ആയിട്ടുണ്ടാവും എന്നൊക്കെ കരുതി പുള്ളിക്കാരൻ സത്യങ്ങളൊക്കെ തുറന്നു പറയുന്നു. അതായത് റിച്ചാർഡ് ഒലീവിയെ ഇവന്റെ വീട്ടിലെ മുറിയിൽ കെട്ടിയിട്ടിട്ട് നമ്മുടെ ജസ്റ്റിനോട് അവനെ കൊല്ലാൻ ആവശ്യപ്പെട്ടു. ജസ്റ്റിൻ ആദ്യം വേണ്ട, നീ തന്നെ കൊന്നാ മതി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും റിച്ചാർഡ് സമ്മതിച്ചില്ല. അങ്ങനെ റിച്ചാർഡിന്റെ നിർബന്ധം കാരണം ജസ്റ്റിനാണ് ഒലീവിയെ കൊല്ലുന്നത്. മതി, ഇനഫ് തെളിവായി. ഇനിയിപ്പോൾ ജസ്റ്റിന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. പോലീസുകാരോടാണ് ഇതൊക്കെ സംസാരിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ജസ്റ്റിനെയും അറസ്റ്റ് ചെയ്യുന്നു. കേസ് ക്ലോസ്ഡ്. അങ്ങനെ പ്രത്യേകിച്ച് യാതൊരു മോട്ടീവുമില്ലാതെ ഇവന്മാരുടെ അഹങ്കാരത്തിന് വേണ്ടി ഒരു പെണ്ണിനെ കൊന്ന ഇവന്മാർക്ക് രണ്ടുപേർക്കും തക്കതായ ശിക്ഷ കിട്ടുന്നത് കാണിച്ചാണ് സിനിമ അവസാനിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? സിനിമയെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തറിയിക്കുക. എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അടുത്ത ദിവസം മറ്റൊരു നല്ല സിനിമയുടെ കഥയുമായി വീണ്ടും കാണാം.